നമ്മള് എന്താണ് കുട്ടികളുടെ സ്വഭാവ വൈകല്യങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു വിഷയത്തിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത്. നമുക്കറിയാം പല വീടുകളിലും മക്കളുണ്ട്, മക്കളില്ലാത്ത വീടുകളിൽ നമ്മളൊക്കെ പാരന്റ്സ് ആണ്, ടീച്ചേഴ്സ് ആണ്. അവിടെയൊക്കെ നമ്മുടെ മക്കളിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് കമന്റ് ചെയ്യാം. അതിനു മുമ്പ് ഞാൻ പറയുന്നു, നിങ്ങൾ ഈ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതാണ്: കുട്ടികളുടെ സ്വഭാവ പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്ന്, കുട്ടികളെ ശിക്ഷിക്കാതെ കൈകാര്യം ചെയ്യാൻ നമ്മൾ എന്ത് വേണം, അത് നമുക്ക് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു, അതായത് ഇമോഷണലി നമ്മൾ അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ആ നീഡ്സ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, കുട്ടികളിൽ മാറ്റം കൊണ്ടുവരാനുള്ള പ്രാക്ടിക്കൽ ടെക്നിക്കുകൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം. പല പല ടെക്നിക്കുകളും നമ്മൾ പഠിക്കുന്നുണ്ടാവാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടാവാം, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മളെ കുട്ടികളെ നമ്മൾ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങളിൽ ഒരു മാറ്റം വരുത്തണം എന്ന് കരുതിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, രക്ഷിതാക്കളായിക്കോട്ടെ, നമ്മളുടെ സ്വഭാവം എങ്ങനെയൊക്കെ കുട്ടിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ കേൾക്കാൻ പോകുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നതാണ്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ ഇപ്പോൾ കമന്റ് ചെയ്തിട്ടുണ്ടാവണം അല്ലെ? എന്തൊക്കെയാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വീടിലും വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ? നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ എന്നെ പോലെയല്ല നിങ്ങളെ പോലെയല്ല നിങ്ങളുടെ അനിയത്തിമാര്, ചേട്ടത്തിമാര്, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു ആളുകൾ ഒന്നും തന്നെ ഒരുപോലെയല്ല. അതായത് ഈ ഭൂമിയിലെ കോടാനക്കോടി മനുഷ്യർ വന്നിട്ടുണ്ട്, ഇനി വരാനിരിക്കുന്നു, അവരെല്ലാം വ്യത്യസ്തരാണ്. ഒരാളെ പോലെ ഒരാള്, എല്ലാവരും യൂണിക്. അപ്പോ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എല്ലാവരും വ്യത്യസ്തരാണ്. നമ്മുടെ മക്കളും അങ്ങനെ വ്യത്യസ്തം. ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു കാര്യമാണ്, നിങ്ങളുടെ മക്കള് നിങ്ങളുടേതാണ്, പക്ഷേ അവരുടെ ചിന്തകൾ നിങ്ങളുടേതല്ല. അവർക്ക് അവരുടേതായ ചിന്തകളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുക, എന്താണ് കുട്ടികളുടെ പ്രശ്നങ്ങൾ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രശ്നം? ദേഷ്യം, അനുസരണക്കേട്, മൊബൈൽ അഡിക്ഷൻ അല്ലെ, കള്ളം പറയല്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മിതഭയം, സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, സാമൂഹികമായിട്ട് മാറി നിൽക്കല്, ഇതെല്ലാം നമ്മൾ കുട്ടികളിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണ്. പലരും വ്യത്യസ്തമായിരിക്കാം, ഇതെല്ലാം ഒരാളിൽ തന്നെ നമ്മൾ കണ്ടെന്ന് വരില്ല. ചില കുട്ടികളിൽ ദേഷ്യമാണെങ്കിൽ ചില കുട്ടികളിൽ അനുസരണക്കേടാവാം, ചിലർക്ക് മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം. ഇങ്ങനെ ചില കുട്ടികൾ വായെടുത്ത കള്ളം പറയുന്ന ആൾ. ഇതൊക്കെ എങ്ങനെ ലഭിക്കുന്നു അല്ലെ? എന്തുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ പറയുന്നത്? പഠനത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുന്ന എന്തുകൊണ്ട്? ചില കുട്ടികൾ അമിത ഭയമുണ്ട്. നമുക്കെല്ലാം ഇതെല്ലാം ഒന്ന് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിനൊക്കെ പിന്നിലുള്ള കാര്യം, അതായത് കുട്ടികൾ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് അതിന്റെ പിന്നിലെ ഇമോഷൻസ് ആണ്. നമുക്കറിയാം, നമ്മുടെ കുട്ടികള് ജനിച്ചു വീണ് കഴിഞ്ഞാൽ തന്നെ അവര് പാലിന് വേണ്ടി അവർ കരയുന്നുണ്ട് അല്ലെ?
അവരുടെ ആ ഇമോഷൻ, അവരുടെ ആ ഒരു എന്താ പറയാ, പാല് വേണം എന്നുള്ളത് അവർ ആ കരച്ചിലൂടെയാണ് അവർ പറയുന്നത്. മനസ്സിലായോ? ഇനി അമ്മ കരയുകയാണെങ്കിൽ കുട്ടി കരയും, അമ്മ ചിരിപ്പിക്കുകയാണെങ്കിൽ കുട്ടി ചിരിക്കും. അപ്പൊ ആദ്യമായിട്ട് തന്നെ കുട്ടികൾ അവരുടെ ഇമോഷൻസിനെ ആണ് ഇങ്ങനെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് കാണുന്നത്. അത് ഞാൻ നിങ്ങൾക്കൊരു മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്താണ് ഇമോഷൻ എന്ന് നമുക്ക് മനസ്സിലാകും. കുട്ടിയുടെ ഓരോ വികാരങ്ങളും പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് ദേഷ്യമായിട്ട് കാണുന്നത്, എടുത്തെറിയലായിട്ട് കാണുന്നത്, കരച്ചിലായിട്ട് കാണുന്നത്. ഇതെല്ലാം തന്നെ കുട്ടികളിൽ ഒരു വികാരമാണ്, അവരുടെ ഇമോഷൻസ് ആണ് ഇതിന്റെ പിന്നിലുള്ളത്. നമുക്ക് എല്ലാവർക്കും അത് അറിയുന്നതുമാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും വലുതായി വരുമ്പോൾ നമ്മളതൊക്കെ മറന്നു പോവാണെന്ന്. നമ്മൾ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ, ഇപ്പൊ പ്രസവിച്ച് കഴിഞ്ഞ് 90 കഴിഞ്ഞ് അല്ലെ, 3 മാസമായി 6 മാസമായി, ഇപ്പോഴൊക്കെ കുട്ടിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. കുട്ടിന്റെ ഇമോഷൻസിലും മാറ്റം വരുന്നുണ്ട്. പിന്നെ എല്ലാത്തിനും കരയുന്ന കുട്ടി പിന്നെ ചിരിച്ചു കാണിക്കുന്ന അല്ലെ, പിന്നെ എന്താണ് അവരുടെ സംസാരം ബബ അല്ലെ, ഒരക്ഷരം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു, പിന്നെ 2 അക്ഷരം കൂട്ടി പറയുന്നു, പിന്നെ കുട്ടികൾ വാക്കുകൾ കൂട്ടി പറയുന്നു. ഇങ്ങനെ ഇവർക്ക് ഡെവലപ്പ് ചെയ്ത് അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. ഇതിന്റെയൊക്കെ കൂട്ടത്തില് അവരുടെ ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറി മാറി വരുന്നുണ്ട് എന്നതാണ്. അപ്പോ നമ്മള് ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഈ ഇമോഷൻസിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്താണ്, ദേഷ്യം എന്ന അവരുടെ ആ ഒരു ബിഹേവിയർ അല്ലെ, ആ ഒരു സ്വഭാവം അവരുടെ എടുക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഇമോഷൻ ഉണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിലേക്ക് ഒന്ന് എടുത്താൽ, നമ്മള് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ സ്കൂളിൽ പോണ്, സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങള് ഒരു പക്ഷേ HM-ഉമായിട്ടോ പ്രിൻസിപ്പളുമായിട്ടോ അല്ലെങ്കിൽ വേറെ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം, ഓഫീസിൽ പോകുന്ന ആളുകളാണെങ്കിൽ അവിടെ എന്തെങ്കിലും അവരുടെ ബോസുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളാണ്. ആ ഒരു പ്രശ്നം ഉള്ളിൽ വെച്ചായിട്ടും അവര് വീട്ടിൽ വരുന്നത്. അങ്ങനെ വീട്ടിൽ വന്ന് കേറിയ പാടെ ഭാര്യ നല്ല നിലക്ക് എന്തെങ്കിലും ചായ എടുക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി, അപ്പൊ തന്നെ തട്ടി കയറിയുള്ള ഒരു മറുപടി ആയിരിക്കും ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന്. ശരിക്കും ഭാര്യ എന്ത് വിചാരിക്കും, ഓ ഞാനിപ്പോ എന്താ പറഞ്ഞത്, ചായ വേണമെന്നല്ല ചോദിക്കുന്നത്, അനിയന്റെ ഒരു ചായ പോയ അവിടെ നിന്ന് എനിക്കിപ്പോ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു ദേഷ്യപ്പെടൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഇമോഷൻ അപ്പൊ എന്താണ്, എവിടെ നടന്ന പ്രശ്നം, ഇവിടെ വീട്ടില് ഈ ഭാര്യയോട് നടന്ന പ്രശ്നമാണോ? അല്ല, അവർ ഓഫീസിലോ എവിടെയെങ്കിലും ഒക്കെ അവരനുഭവിച്ചിട്ടുള്ള ഒരു ഇൻസൾട്ടോ അല്ലെങ്കിൽ മറ്റു വല്ലതോ എന്തെങ്കിലും ആ ഒരു ഇമോഷൻ ഉള്ളിൽ കിടക്കുന്നതാണ് ഇങ്ങനെയായിട്ട് മാറിയിട്ടുള്ളത്. അപ്പൊ അതാ പറഞ്ഞ നമ്മള് ഈ ഒരു കാര്യത്തിൽ ഒരു റൂട്ട് കോസ് ഇതിനുണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു കാര്യത്തിൽ. അപ്പൊ ചിലപ്പോ നമുക്ക് തന്നെ അറിയാം, വീടുകളിൽ നമ്മള് പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതൊന്നും മിണ്ടാതിരിക്കും. ഒരു ഇൻസൾട്ട് നമുക്ക് വന്നു, ഒന്നും പറഞ്ഞില്ല, രണ്ടാമത് വന്ന് അതും പറഞ്ഞില്ല, പക്ഷെ ഇതെല്ലാം ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് നടക്കുന്നു പോകും അല്ലെ. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടാവും, ടപ്പ് എന്നിതെല്ലാം എടുത്തിട്ടു. മനസ്സിലായോ? അപ്പൊ ഈ ഒരു സ്വഭാവത്തിന്, ഈ ഒരു ബിഹേവിയർ നമുക്ക് വരുന്നതിന്റെ പിന്നിൽ എന്താ പ്രവർത്തിക്കുന്നത്, ആ ഒരു സംഭവങ്ങളാണ്. അതായത് അതിനു മുമ്പ് വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അതെല്ലാം പഠിപ്പിച്ചത്. ഇത് തന്നെയാണ് കുട്ടികളുടെ കാര്യത്തിലും വരുന്നത്, ഇത് തന്നെയാണ്, വേറൊന്നുമല്ല. മനസ്സിലാക്കുക, കുട്ടികളുടെ കാര്യത്തിൽ വരുമ്പോൾ അവരുടേതായ കാര്യങ്ങളാണ് അവർക്ക് വരുന്നത്. ഇപ്പൊ വലിയ ആളുകൾക്ക് വലിയ രീതിയിലാണെങ്കിൽ കുട്ടികൾക്ക് ചെറിയ രീതിയിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരും. അപ്പോ ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് കുട്ടികളത് നോക്കുമ്പോൾ നമ്മുടെ വീട് തന്നെയാണ്. അപ്പൊ വീട്ടില് എങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഒരു കുട്ടി അനുഭവിക്കുന്നത്, അതിനനുസരിച്ച് തന്നെയാണ് ആ കുട്ടി വളർന്നു വരുമ്പോ അനുഭവിക്കുന്നത്. അപ്പൊ വീട്ടില്
അച്ഛനും അമ്മയും സ്ഥിരം വഴക്ക് കൂടുന്ന ഒരു കുടുംബമാണെന്ന് വിചാരിക്കും. അച്ഛൻ കള്ളു കുടിച്ചിട്ട് വരികയെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ആളാണോ? ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതെല്ലാം സുലഭമായിട്ട് നടക്കുന്ന കാര്യമാണ് അല്ലെ. നമ്മളിപ്പോ ടീച്ചേഴ്സായ നമുക്കറിയാം, വീട്ടിൽ ആണെങ്കിൽ ഇതിലെ ടീച്ചേഴ്സിന് ഇത് കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ എത്ര കുട്ടികളുടെ അച്ഛന്മാർ ഇതൊക്കെ യൂസ് ആക്കുന്നുണ്ട്. എത്ര വീടുകളിലാണ് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകള്. എത്ര വീടുകളിലാണ് ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്ന കുട്ടികൾ. അവർക്കിടയിലുള്ള വടംവലി ഇതൊക്കെ അനുഭവിക്കുന്നത് ഈ കൊച്ചു കുട്ടികളാണ്. അപ്പൊ അവരനുഭവിക്കുന്ന ആ മാനസികമായിട്ടുള്ള ഒരു സ്ട്രെസ്, ഇത് തന്നെയാണ് അവരുടെ പല സ്വഭാവ വൈകല്യങ്ങൾക്കും കാരണം ഉണ്ടാക്കുന്നത്. ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോ ഇനി സ്വാഭാവികമായിട്ട് നടന്നു പോകുന്ന ഒരു കുടുംബമാണെങ്കിൽ തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെ. അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വഴക്ക് കൂടും. ഒന്നൊരിക്കലും മക്കളുടെ മുന്നിൽ വെച്ച് വഴക്ക് കൂടാ. അവർക്ക് ഭയങ്കരമായിട്ട് അത് ഹെർട്ട് ചെയ്യും. അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഉമ്മയും ഉപ്പയും ഒരു വഴക്ക് കൂടണോ, അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവണം എന്നവർ ആഗ്രഹിക്കുന്നില്ല. അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് ഇവര് രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല അങ്ങനെയൊന്നും. മക്കൾ എന്ത് വിചാരിക്കുന്നോ, മക്കൾക്ക് വിഷമാവുന്നോ, ഇതൊന്നും അവര് ചിന്തിക്കാൻ. ചില കുട്ടികള് ഇവരുടെ വഴക്ക് കേട്ടുകൊണ്ട് സ്കൂളിൽ വന്നിട്ട് കരയുന്ന ആളുകളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ കുട്ടിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ച് കുട്ടികൾ നമ്മൾ ഇങ്ങനെ പറയും, അവർ കാട്ടിയോ ഇവർ കാട്ടിയോ, അത് ചെയ്തോ ഇത് ചെയ്തോ ഒക്കെ ചോദിക്കും. പക്ഷെ കുട്ടിക്ക് അതൊന്നും അല്ല കാരണം. അപ്പൊ ഇതിന്റെ റൂട്ട് കോസ്, ഒരു കുട്ടിയെ അതിമനോഹരമായിട്ട് ഒരു ടീച്ചർ മനസ്സിലാക്കുകയാണെങ്കിൽ അവന്റെ പാസ്റ്റ് എന്താണ്, അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് ആ ഒരു റൂട്ട് കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ആ ടീച്ചർ ഏറ്റവും നല്ലൊരു ടീച്ചറായി ആ കുട്ടി എന്നും ആ ടീച്ചറെ ഓർക്കുക എന്നുള്ളത്. അപ്പോ നമ്മൾ ആ റൂട്ട് കോസ് കണ്ടുപിടിക്കും. കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ പറയും, ഇന്ന് വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ അച്ഛനമ്മയെ അടിച്ചു. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ആ വിഷമം, അമ്മാന്റെ കരച്ചിലും ഇതൊക്കെ കണ്ടുവരുന്ന കുട്ടി ക്ലാസ്സിലെത്തി കഴിയുമ്പോ അവന് ഇനിയും അമ്മയെ അടിക്കോ, അച്ഛനടിക്കോ, അമ്മയെ തലേന്നൊക്കെയുള്ള ആകെ ബേജാറാണ് അവന്റെ മനസ്സിലുണ്ടാവുന്നത്. അപ്പോ ആ ഒരു ഇമോഷനാണ് കുട്ടിയെ ഇവിടെ കരയുന്നതായിട്ടും പേടിയായിട്ടും ക്ലാസ്സിൽ ഇരിക്കാൻ ഇഷ്ടമില്ല, എനിക്ക് വീട്ടിൽ പോണോ, അമ്മയെ കാണണോ, ഇങ്ങനെയൊക്കെ പറയുന്നത്. അതാ പറഞ്ഞത് ഞാൻ, ഇതിന്റെ റൂട്ട് കോസ് എവിടെയാണ് എന്ന് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അതല്ലാതെ ഒരു പ്രശ്നം കുട്ടികൾക്കിടയിൽ, അപ്പൊ ഇനി വീട്ടിലാണെങ്കിൽ തന്നെ ഏട്ടൻ അനിയന്മാര് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പ കൊടുക്കും അമ്മ, ഒന്നുകിൽ രണ്ടാക്കും കൊടുക്കും, അല്ലെങ്കിൽ വലിയ കുട്ടിക്ക് കൊടുക്കും അല്ലേ. നമ്മൾ മനസ്സിലാക്കുന്നില്ല എവിടെയാണ് പ്രശ്നം, ആരടുത്താണ് കുഴപ്പം, എന്താണ് അതിന്റെ പ്രശ്നങ്ങൾ എന്ന് നമ്മൾ ചകഞ്ഞ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് എത്രയോ അനുഭവങ്ങൾ ഉണ്ടാകും. വലിയ പ്രശ്നമാക്കിയാണ്ട് കുട്ടികൾ സ്കൂളിൽ വന്നാണ്ട് ഭയങ്കര കച്ചറാക്കിയിട്ട് വരും. അപ്പൊ ഞാൻ അതൊന്ന് ചകഞ്ഞ് ഒന്ന് അന്വേഷിച്ച് ഇതിന്റെ പേര് എവിടുന്നാണ് വന്നത് എന്നുള്ള അതിന്റെ ഉറവിടം ഒന്ന് കണ്ടെത്തി കഴിയുമ്പോ ഒന്നും ഉണ്ടാകും. അത് പറഞ്ഞ് മക്കൾ തമ്മിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വിഷയമില്ല. അവിടെ നമ്മളൊരു സോറി പറയിപ്പിച്ചാൽ അവിടെ തീർന്നു. അല്ലെങ്കിൽ അവരോട് ഒരു അടി കൊടുക്കണമെന്ന് ചോദിച്ചാൽ അവന് കൊടുക്കണ്ട എന്ന് പറയും. മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് കുട്ടികളുടെ കാര്യം. നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ നല്ല സംസ്കാരം പഠിപ്പിച്ചാണ് വിടുന്നത്. അപ്പോ ഈ നല്ല സംസ്കാരം എവിടുന്ന വരിക? അത് അച്ഛന്റെയും അമ്മന്റെയും അടുത്തുനിന്ന് വരണം. അവരുടെ പെരുമാറ്റം അത്രയും നല്ലതായിരിക്കണം. ഇപ്പോ നമ്മുടെ കുട്ടി വീട്ടിൽ നിന്ന് വളർന്നു വരുമ്പോൾ നമ്മുടെ കയ്യോ കാലോ നമ്മുടെ മക്കളുടെ മേളിലൊന്നും പറ്റിയിട്ടുണ്ട്, ഒരു സോറി പറയാൻ നമ്മൾ അവർ തയ്യാറാണ്. അവിടെ കുട്ടി ഒരു കൾച്ചറാണ് പഠിക്കുന്നത്. ഒരു തെറ്റ് പറ്റി നമ്മുടെ അറിയാതെ ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ ഒരു സോറി പറയണം എന്ന് കുട്ടി പഠിച്ചു വരികയാണ്.
അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോ നമ്മൾ പ്ലീസ് എന്ന് ഒന്ന് പറയാൻ വേണ്ടി അല്ലെ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഒരു പൊളൈറ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുക പറയാ അങ്ങനെ ഉണ്ടാവില്ല. പ്ലീസ് ഒക്കെ കൂട്ടിയിട്ട് അല്ലെ, വുഡ് യു ലൈക്ക് എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ അവരത് കണ്ടുപിടിക്കും. നമ്മൾ അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത് തന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ വീടെന്ന് പറയുന്ന അവിടെ നിന്നുകൊണ്ട് വേണം നമ്മൾ കുട്ടികളെ സംസ്കാരം പഠിപ്പിച്ചു വരാൻ. ഇപ്പൊ നമുക്കറിയാം, ഒരു ഗ്ലാസ് കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി, എന്ത് ചെയ്യും? ചില രക്ഷിതാക്കള് അടി കൊടുക്കും. നിന്നോട് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല അത് എടുക്കണ്ടെന്ന് പൊട്ടുമെന്ന്. സത്യത്തിൽ ആ കുട്ടി ഇത് പൊട്ടിക്കണം എന്ന് കരുതിയിട്ട് എടുത്തതാണ്. കൽപ്പിച്ചു കൂട്ടി പൊട്ടിക്കൂലല്ലോ, കരുതി കൂട്ടി ചെയ്യൂല. സംഭവിച്ചു പോയതാണ്. ഇറ്റ്സ് ഓക്കെ. അവിടെയാണ് ആ ഇറ്റ്സ് ഓക്കെ എന്നൊന്ന് പറയാനുള്ള ഒരു മനസ്സ്. അത് വലിയ മനസ്സുള്ള ആളുകൾക്ക് മാത്രമാണ്. അല്ലെങ്കിൽ തന്റെ കുഞ്ഞിനെ അത്രമാത്രം മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് അത് ചെയ്യാൻ കഴിയും. സാരമില്ല പോട്ടെ, കാലിനെ കുത്താതെ നോക്കുക, അല്ലെങ്കിൽ നീ മാറി നിൽക്കും വെച്ച് എടുത്തിട, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് കൊടുത്തിട്ട് കയ്യിന് പറ്റാതെ അത് പൊറുക്കി എടുക്കാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാം. എന്തൊക്കെ അവിടെ ചെയ്യാനുണ്ട്. ശരിക്ക് അവിടെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് വരുത്തേണ്ടത്. എങ്ങനെയാണ് നമ്മൾ അവിടെ ഇടപെടുന്നത്? ആ ഇടപെടലാണ് കുട്ടിക്ക് പാഠമാകുന്നത്. അവിടെ നമ്മൾ കുട്ടിയെ തല്ലിയോ? കുട്ടി അത് തന്നെ ചെയ്യും. കുട്ടി വലുതാവുമ്പോ കുട്ടി എന്താ മനസ്സിലാക്കുന്നത്? ഒരു സംഗതി കേട് എത്തിക്കഴിഞ്ഞാൽ അടി കൊടുക്കണം. ഇതാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കുന്ന മെസ്സേജ്. അപ്പോ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇറ്റ്സ് ഓക്കെ, സാരല്ല എന്നാണ് കുട്ടിയെ പഠിപ്പിക്കുന്നത് എങ്കിൽ ആ കുട്ടീനെ മുന്നിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു പോയാൽ ഒരിക്കലും ഈ കുട്ടി ഇങ്ങനെ പെരുമാറും. സാരല്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ കുട്ടിയും തയ്യാറാവും. അപ്പോ നമ്മൾ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഡ്രസ്സിലൊക്കെ ചളിയായിട്ട് വരുന്ന മക്കളുണ്ടാവും അല്ലെ, കളിച്ച്. കുട്ടികൾ കളിക്കും, ഉറപ്പാണ്. അവര് ചളിയാക്കും, സംശയമില്ല. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഷോട്ട് ചെയ്യും, നീ എവിടെയാടാ കഴിച്ചത്, നീ എന്ത് കളിയാടാ കഴിച്ചത്, നീ എവിടെ ചളിയിലാ പോരേണ്ടത്, ഇങ്ങനെ നമ്മൾ ചോദിച്ചുകൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. കുട്ടികൾ കളിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ പറയില്ല. ഇവിടെ എന്റെ മോനുണ്ട്, നല്ല കളിയാണ്. അപ്പൊ ഞാൻ കാര്യമായിട്ടൊന്നും പറയില്ല. അപ്പൊ എന്റെ മറ്റു മക്കള് പറയുന്ന, മൂത്ത മക്കള് പറയും, എന്റെ ഉമ്മ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടെ അവനോട്. പക്ഷെ ഞാൻ എന്താ ചിന്തിക്കില്ല, ഞാനും ഇങ്ങനെ തന്നെ, ഞാനും ഇങ്ങനെ ചളിയാകുകയും കളിക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുള്ള ആളാണ്. എന്റെ അമ്മന്റെ എനിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ അടി എന്തുകൊണ്ടാണ് എന്റെ മക്കൾക്ക് കൊടുക്കാറ്? അത് എന്റെ ഉമ്മ എന്നെ തച്ചതെല്ലാം ഞാൻ ഹീൽ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോ അത് ചെയ്യാറ്. മനസ്സിലായി? അപ്പൊ അത് ഹീൽ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർ ഇത് തന്നെ എന്ത് ചെയ്യും? പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാം? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ആ ചളിയൊക്കെ ആവും, ഓക്കെ അല്ലേ? അതൊന്ന് വെള്ളത്തിലിടാൻ നമുക്ക് പഠിപ്പിക്കാം. സോപ്പ് പൊടിയിലിട്ട് വെക്കാനൊക്കെ ചെറിയ കുട്ടികളോട് തന്നെ നമുക്ക് പറയാം. അലക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാം, ഏറ്റവും ചെറിയ മക്കളാണെങ്കിൽ അല്ലെ. ഇനിയോ ഞാൻ വീട്ടിലേക്ക് തന്നെ, വീട്ടിലെ കാര്യങ്ങൾ തന്നെ പറയാം, നിങ്ങൾക്കത് മനസ്സിലാവും. കുട്ടി വീണ്, കുട്ടി ഓടി കളിച്ച് വീണെന്ന് വിചാരിച്ചു, എന്താ ചെയ്യുന്നു? ആ വീണ കുട്ടിക്കിട്ട് അവിടെ അടി കൊടുക്കുന്ന രക്ഷിതാക്കൾ അല്ലേ? എന്നോട് അപ്പൊ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞിട്ട് അടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വീണോ, കുട്ടി വീണു, അതിന്റെ എല്ലാ വേദനകളും, അതിന് പറ്റിയിട്ടുള്ള വേദനകൾ അത് സഹിക്കുന്നുണ്ട്. ചിലപ്പോ മുറിവായിട്ടുണ്ടാവാം, തോല് പോയിട്ടുണ്ടാവാം, ഇതൊക്കെ കുട്ടി സഹിക്കണം. അതിന്റെ മുകളിലുള്ള ഒരു പ്രഹരമാണ് അമ്മമാര് കൊടുക്കുന്നത്. ഇത് കുട്ടിയെ വേദനിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ വീണ വേദനയെക്കാളും കുട്ടി വേദനിക്കുന്നത് നിങ്ങളുടെ അടി കാരണമായിരിക്കും. അപ്പൊ ആ കുട്ടിയെ ഒന്ന് എടുത്ത് ഒഴിഞ്ഞു കൊടുത്ത് അവനെ നല്ല രീതിയിലൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ, നടന്നു പോയിക്കോന്ന് പറയാം. നമ്മൾ ഈ ഓടരുത് 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 എന്ന് കുട്ടികളോട് പറയുന്നതിന് പകരം
മോനെ നടന്നു പോയിക്കോ എന്ന് പറഞ്ഞാൽ കുട്ടി നടക്കാൻ ശ്രമിക്കും. ഓടരുത് എന്ന് പറയുമ്പോൾ കുട്ടി അരുത് എന്ന് പറയും. അപ്പൊ എനിക്കറിയാം നിങ്ങളോട് ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങൾ ഈ റൂമില് എന്താ പറയാ ഒരു ചുവപ്പ് കളറിൽ ഒന്നിലേക്കും നിങ്ങൾ നോക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചുവപ്പ് കാര്യങ്ങളായി. ഇത് എല്ലാവരിലും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ കുട്ടികളോട് ഓടരുത് എന്ന് പറഞ്ഞാൽ കുട്ടി ഓടും. അപ്പൊ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുക. മോനെ നല്ല രീതിയിൽ നോക്കി നടന്നു പോകും. ഓക്കെ കുട്ടി അങ്ങനെ, അല്ലെ പയ്യെ നടന്നു പോ, പയ്യെ നടക്കാൻ ശ്രമിക്കും. ഈ അരുത് അരുത് എന്ന് പറയുന്നത് കുട്ടികൾ കേൾക്കാന് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. ഇനി വലിയ കുട്ടികളിലേക്ക് നമ്മൾ വന്നു പോയാലോ അങ്ങനെ തന്നെയാണ്. നമ്മൾ അവരെ എടുക്കാത്തതിന് ചീത്ത പറയും. നന്നായി കടന്ന് ഉറങ്ങുന്നതിന് നമ്മൾ ചീത്ത പറയും, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അപ്പോ ഈ പണിയെടുക്കാത്ത മക്കളുമായിട്ട് നമ്മളിങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ അവരെ സ്നേഹത്തോടെ വിളിച്ച്, നിങ്ങൾ എത്ര പേരുണ്ട് മക്കളെ എന്താ നിക്നെയിമും ഓമന പേര് വിളിക്കുന്ന ആളുകൾ? വലിയ ഇഷ്ടാവും കുട്ടികൾക്ക് അത് വിളിച്ചു കഴിഞ്ഞു. ഇതാ അനങ്ങിയ നിങ്ങൾ പേര് വെച്ചിടും. ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞാൽ അവരെ പേര് വെച്ചായിരിക്കും വിളിക്കുന്നത്. ഒന്ന് മോനെ അല്ലെങ്കിൽ മോളെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഓമന പേര് കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവരെ വിളിച്ചു നോക്കും. അവർ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. എന്നിട്ട് വന്നു കഴിഞ്ഞാല് ഇതൊന്നും അരിഞ്ഞുകൊണ്ട എന്ന് നല്ല രീതിയിൽ അവരോട് സ്നേഹത്തോടെ പറഞ്ഞാൽ അവരത് ചെയ്തു തരും. അങ്ങനെ വേണം കുട്ടികളെ നമ്മളെ കൂടെ കൂട്ടിയിട്ട്, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും നമ്മൾ അത് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ വേണം അവരോട് സംസാരിക്കാൻ. അപ്പൊ അവരതൊക്കെ ചെയ്തു തരുന്നു. അപ്പൊ ഇതൊന്നും ചെയ്യാത്ത കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. അവരെന്താണ് സംഭവിക്കുക? അവര് നിങ്ങളെ അടുത്തുനിന്ന് ദൂരേക്ക് പോവാൻ തയ്യാറാവുമെന്ന് മനസ്സിലാക്കുക. നമ്മള് കുട്ടികളോട് ഇങ്ങനെ ഈ വലിയ കുട്ടികളോട് പെരുമാറുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരെ എപ്പോഴും ചേർത്ത് നിർത്താൻ തന്നെ നമ്മൾ ശ്രമിക്കും. ഷൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ എന്ന് പറയാൻ ഭയങ്കര അറിവുള്ളവരാണ്. നമുക്ക് അവർക്ക് അറിവൊന്നും വലിയ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ഇനി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യും? അത് പോയിട്ട് അവര് ചെക്ക് ചെയ്യും, അല്ലെ? അവര് ചെക്ക് ചെയ്തിട്ട് അത് നമ്മളത് തെറ്റാണെങ്കിൽ അവര് തെറ്റാണെന്ന് പറയും. അങ്ങനത്തെ ഒരു കാരണം അവർക്ക് എല്ലാവിധ അറിവുകളും ഇപ്പൊ ലഭിക്കുന്നുണ്ട്. അവരുടെ വിരൽത്തുമ്പിലാണ്. ലോകം ഇന്ന് വിരൽത്തുമ്പിലാണ്. അപ്പൊ അവരിതൊക്കെ കണ്ടെത്തും. നമ്മൾ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ അവരെ, എനിക്കറിയാം ചില കുട്ടികള് ഇപ്പൊ ഒരു വിരുന്നുകാർ വന്നാലും ഇറങ്ങി വരില്ല. അവരുടെ റൂമിൽ തന്നെ മുകളിൽ നിൽക്കുന്ന ഒരവസ്ഥ. എന്നിട്ട് രക്ഷിതാക്കൾക്ക് ഭയങ്കരമായിട്ട് എന്താ ഒരു ഷെയിമാണ്, അല്ലെ? ഈ കുട്ടികളൊന്നും ഇറങ്ങി വന്നില്ലല്ലോ എന്ന്. ഒരു നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കും. നമ്മൾ അവരെ ബന്ധുവീടുകളിൽ, മിക്ക അറിവ് ബന്ധുവീട്ടിലൊന്നും കൊണ്ടുപോകില്ല. കൊണ്ടുപോകണം. അവരെ അവിടെയൊക്കെ കൊണ്ടുപോയി കാട്ടിക്കൊടുക്കണം, പരിചയപ്പെടുത്തണം. എന്നാലേ അവർക്ക് ആ ബന്ധങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, അതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുന്നു. പല രീതിയിലുള്ള ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യമാണ് കമ്പാരിസൺ. അവനെ നോക്ക്, അവളെ നോക്ക്, അവൾ അങ്ങനെയാണ്, എല്ലാ പണിയും വീട്ടിൽ എടുക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ പറയാന്ന് പറയാൻ പറ്റില്ല. പല രീതിയിലും പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം SSLC പരീക്ഷ റിസൾട്ട് വന്നു, അല്ലെ? അപ്പൊ ഫുൾ A+ കിട്ടിയ കുറെ കുട്ടികളുണ്ടാവും. എന്നാലും ഫുൾ A+ വേണ്ടി പഠിച്ചിട്ട് ഒരു A ആയിപ്പോയി, ബാക്കിയൊക്കെ A+ നേടിയ മക്കളുണ്ടാവും. അപ്പൊ രക്ഷിതാക്കൾ എന്താ പറയാ? അങ്ങനെ തന്നെ നീ മൊബൈല് നോക്കി കിടന്നോ, അല്ലെ ഇല്ല നേരം കിടന്നുറങ്ങിക്കോ, പിന്നെ എങ്ങനെ കിട്ടാനാണ്? ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു വിഷയത്തിലല്ലേ ഒരു +ന്റെ കുറവ് വന്നിട്ടുള്ളൂ. ഈ കുട്ടി
അവന്റെ അല്ലെങ്കിൽ അവളുടെ മാക്സിമം കൊടുത്തിട്ടുണ്ടാവും അല്ലെ, എന്നിട്ടാണ് അവര് പഠിച്ചിട്ടുള്ളത്. അപ്പോ ആ ഒരു സമയത്ത് നമ്മൾ അവരെ ഇങ്ങനെ പറയുന്നതിന് പകരം ഒരു വിഷയത്തിലല്ലേ A+ കിട്ടാത്തതുള്ളൂ, നീ വിഷമിക്കണം. കാരണം ഈ കുട്ടികൾ തന്നെ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ഓ ഫുൾ A+ ഒരു കാരണം കൊണ്ട് ഒരു A ആയി പോയിക്കൊണ്ട് എന്റെ ഫുൾ A+ പോയല്ലോ എന്നുള്ള വിഷമം ആ കുട്ടി നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടാവും. ആ സമയത്ത് സാരല്ല, ഒരു A+ന്റെ കുറവല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, അടുത്ത ഇതിൽ നമുക്ക് എന്താ നേടിയെടുക്കാം അല്ലെ, +2 നമുക്കത് ഫുൾ A+ ആക്കാം, അത് നിനക്ക് കഴിയും, അതിനുള്ള കഴിവ് നിനക്ക് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ ആ കുട്ടിന്റെ കോൺഫിഡന്റ് കൂടും അല്ലെ. ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ചെറിയ ചെറിയ മക്കള് നമ്മൾ പല രീതിയിലും അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യും. അതെടുക്കരുത്, അത് ചെയ്യരുത്, അത് പിന്നെ കൊള്ളില്ല, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ എന്താ പറയാ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം ഡിമോട്ടിവേറ്റ് ചെയ്തു. അതായത് ഒരു വിരുന്നുകാര് വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പി, കുട്ടി വേഗം ബൗൾ എടുത്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ കൊണ്ടാണ് വെച്ച് അത് വീണ് പിന്നെ താഴെ പോവും, പൊട്ടി പോകുന്നൊക്കെ പറഞ്ഞു എടുക്കാൻ സമ്മതം. പക്ഷെ കുട്ടി സമ്മതിക്കുവോ? കുട്ടിക്കത് കൊണ്ടുവെക്കണം. കുട്ടി കൊണ്ടുപോവും, വഴിയില് വീണു പോകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ കുട്ടിക്ക് കോൺഫിഡന്റ് കൊടുക്കുന്നില്ല. നമ്മൾ പറയുന്നത് എന്താ, അത് തട്ടി വീഴും, അത് പൊട്ടും, നീ അത് തള്ളിയിടും, ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം മുറുക്കി പിടിച്ചോ, എന്നിട്ട് അവിടെ കൊണ്ട് വെക്ക്, ശ്രദ്ധിച്ചു പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ശ്രദ്ധിച്ചു പോകും, അവിടെ എത്തിക്കും. ആ ഒരു കോൺഫിഡന്റ് ആണ് കുട്ടിക്ക് കൊടുക്കുന്നത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു ജനലിന്റെ മുകളിൽ കുട്ടി കയറുകയാണെങ്കിൽ വീഴും 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 എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടി വലുതായി കഴിഞ്ഞാലോ ഒന്നിനും പറ്റില്ല, ഒരു മാങ്ങ പോലും പറിക്കാൻ പറ്റില്ല. മുറ്റത്തൊരു ചെറിയ കുഞ്ഞു മാങ്ങ മരം ഉണ്ടെങ്കിൽ അതിമ കയറി ഒരു മാങ്ങ പൊട്ടിക്കാനും പറ്റൂല എന്ന് പറയും. എന്തുകൊണ്ടാ? ചെറുപ്പത്തിൽ ഇവന് ഈ കയറി പഠിക്കുമ്പോ അവനെ ഒന്നിനും സമ്മതിക്കൂല. പിന്നെ വലുതാവുമ്പോ കുട്ടി എങ്ങനെ ചെയ്യും ഇല്ലേ? അപ്പൊ നമ്മള് മക്കളെ എന്ത് ചെയ്യണം, അവർക്ക് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കോൺഫിഡന്റ് നമ്മൾ കൊടുക്കണം. എന്നാലേ അവര് വലുതും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാം ചെയ്യുന്നവരൊന്നും ആരും ആകൂല. അപ്പൊ നമ്മളത് അവരെന്ത് ചെയ്യണം, പഠിപ്പിച്ചു കൊണ്ടുവരാം. അവർക്കൊരു കോൺഫിഡൻസ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. ഏത് കാര്യത്തിലും നമ്മളൊരു പോസിറ്റിവിറ്റി കാണാൻ പറ്റണം. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ ഒരു പോസിറ്റീവ് ഉണ്ടാവും. നമ്മള് ഏത് കാര്യത്തിലും നെഗറ്റീവ് ഉണ്ടാവും, ഏത് കാര്യത്തിലും പോസിറ്റീവ് ഉണ്ടാവും. അപ്പൊ അതിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പൊ വലിയ കുട്ടികളാണെങ്കിലും ഇവര് പല കാര്യത്തിനും നമ്മളെ എന്ത് ചെയ്യും, നമ്മളോട് ദേഷ്യം പിടിക്കും, നമ്മളോട് ഇങ്ങനെ ഇതാവും. കാരണം എന്താ അറിയാം, ഇവര് നമ്മൾ പറയുന്നത് അനുസരിക്കാതെ നമ്മളെ ഇങ്ങോട്ട് ഷൗട്ട് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്, അവരെന്തെങ്കിലും നമ്മളോട് ഒരു കാര്യം വന്ന്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു വലിയ കുട്ടി വന്നിട്ട് നമ്മുടെ സ്കൂൾ വിട്ട് വന്നിട്ട്, അല്ലെങ്കിൽ ഹൈസ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ +2 പഠിക്കുന്ന ഒരു കുട്ടി നമ്മളോട് വന്നിട്ട് പറയാണ്, വന്ന് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സ്കൂളിലുണ്ട്, അന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായോ, അവൻ എന്നോട് അങ്ങനെ. നമ്മളത് പറയാതെ കുട്ടിയെ ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നിട്ട് എന്ത് പറ്റി, ശരി, അങ്ങനെ കൂടെ ആരുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മൾ ഓരോന്നോരോന്ന് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടി എല്ലാ കാര്യങ്ങളും ഒന്ന് പറയും. എന്നിട്ട് അത് കേട്ടതിന് ശേഷം നമുക്ക് കുട്ടിയെ എന്ത് ചെയ്യാം, തിരുത്താം. നമുക്കറിയാം കാര്യങ്ങള് അവരെക്കാളേറെ നമുക്കറിയാം. നമ്മളും ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആളായത് കൊണ്ട് തന്നെ അവിടെ എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കും. ഒരു പക്ഷേ കുട്ടി പെട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ നമ്മുടെ റെസ്പോൺസ് എങ്ങനെയുള്ളതാവും ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മൾ ആ നല്ല രീതിയിൽ അതിനെ കൈകാര്യം ചെയ്ത് നമ്മൾക്കൊരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടി നമ്മുടെ കൂടെ. അതല്ല നമ്മൾ മറിച്ച്
ആണ് സംഭവിക്കുന്നത് എങ്കിൽ കുട്ടി നമ്മളിൽ നിന്ന് അകന്ന് നമ്മളോടൊന്നും പറയില്ല, ഒറ്റക്കൊരു റൂമിലേക്ക് പോകും, മൊബൈൽ മാത്രമായിട്ട് അവർക്ക് കമ്പനിക്കാരില്ലാണ്ടാവും. കുട്ടിക്ക് ഏറ്റവും നല്ല കമ്പനി നമുക്ക് കൊടുക്കാൻ പറ്റും. രക്ഷിതാക്കളെടുത്ത് മക്കൾ അങ്ങനെ ആവണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ നമുക്കതൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ കുഞ്ഞു മക്കളിൽ നിന്ന് നമ്മൾ അതുപോലെ അവരെ ആക്കി തീർത്ത് കഴിഞ്ഞാലേ വലിയ കുട്ടികളായാലും അവര് നമ്മളെ അടുത്ത് നിൽക്കുള്ളൂ. ഈ വലിയ കുട്ടികളായിരുന്ന ആദ്യമൊക്കെ പറയുമ്പോൾ നമ്മള് പറയുമ്പോ അവരെന്ത് എല്ലാം കേൾക്കും, ഓക്കെ. കാരണം എന്തെന്ന് വെച്ചാൽ പേടിച്ചിട്ട് അവര് കേൾക്കുന്നത്. ചില രക്ഷിതാക്കൾ അങ്ങനെ പേടിപ്പിച്ചാളും മക്കൾ, എന്നിട്ട് മക്കൾക്ക് പേടി. അപ്പോ എന്താ പറയാ, വീട്ടില് അച്ഛനുണ്ടാവുമ്പോ കുട്ടികൾ എല്ലാവരും ഇവിടെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ എന്ത് ചെയ്യും, ആ രക്ഷിതാവ് ഉണ്ടാവുമ്പോ അവിടെ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാവും. പക്ഷെ അവര് പോയി കഴിഞ്ഞാൽ, പുറത്തു പോയി കഴിഞ്ഞാൽ കുട്ടികള് നേരെ തിരിയും, അവര് പോകേണ്ട സ്ഥലത്തൊക്കെ പോകും, അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകും. അപ്പോ അങ്ങനെ പേടിപ്പിച്ച് നിർത്തി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോ എന്താ സംഭവിക്കാന്ന് ചോദിച്ചാൽ ഇവര് നമ്മളോട് എതിർക്കാൻ തുടങ്ങും. ഭയങ്കര നമ്മളെങ്ങോട്ട് ഷൗട്ട് ചെയ്യും, നമ്മളോട് ഇങ്ങോട്ട് ദേഷ്യം പിടിക്കും. അപ്പോ ഇത് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടികളെ വളർത്തിക്കൊണ്ടുപോകും. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ, ഇവരുടെ ഇമോഷൻസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, +2 ഒക്കെ പഠിക്കുന്ന കുട്ടി വന്ന് പറയുമ്പോൾ അവന്റെ ഇമോഷൻ എന്താണ്, അതിന്റെ പിന്നിൽ എന്താണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം. പക്ഷെ അവൻ കുടുങ്ങിപ്പോയോ, അതല്ല ഇവന് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു അഫയറിൽ കുടുങ്ങിപ്പോയതാണോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതോ ഇനി ഇതിൽ നിന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണോ നമ്മുടെ അടുത്ത് ഇത് പറയും. ഇതിന്റെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മളൊരു ശരിയായ രക്ഷിതാവാകുകയും അതുപോലെ നമ്മള് കുട്ടികളെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയുകയും അവർക്ക് സ്നേഹം കൊടുക്കുകയും അവര് നമ്മളിൽ നിന്ന് അകന്നു പോവാതെ, മക്കൾ എവിടെ പോയാലും അവർക്ക് സേഫ്റ്റി ഇവിടെയാണ്, എന്റെ വീടാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് വിചാരിച്ച് നമ്മളെ അടുത്തേക്ക് വരാൻ കഴിയുന്ന ഒരു മക്കളാക്കി നമ്മളെ മക്കളെ വളർത്തണം എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികൾ നമ്മളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ ഫീലിങ്സ് നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ട് മാത്രമാണ് ഇവര് നമ്മളോട് എന്ത് ചെയ്യാത്തത്, അടുക്കാത്തത്. പക്ഷെ നമുക്ക് അത് ആ ഫീലിങ്സ് മനസ്സിലാക്കി നമുക്ക് അവർക്ക് ആൻസർ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവര് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ഇമോഷണൽ നെഗ്ലക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങിക്കൊടുക്കും അല്ലെ. ചില രക്ഷിതാക്കൾ അങ്ങനെ അവരിങ്ങോട്ട് വായ തുറന്നിങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എല്ലാം വാങ്ങിക്കൊടുക്കും. എത്രയോ രക്ഷിതാക്കൾ അങ്ങനെ. കാരണം എന്താണ്, നമ്മളെ കാലത്ത് നമുക്കതൊന്നും കിട്ടിയിട്ടില്ല, ഇനി മക്കൾക്ക് അതൊക്കെ വാങ്ങിക്കൊടുക്കണം, അവരുടെ പിന്നെ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവർക്ക് കൊടുക്കണം, അവർക്ക് ഇനി ഒന്നിനും ബുദ്ധിമുട്ട് വരരുത്, എനിക്കോ പഠിക്കാൻ കഴിഞ്ഞില്ല എന്റെ മക്കൾക്ക് പഠിക്കണം, എനിക്കോ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്റെ മക്കൾക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുക്കണം അല്ലെ, ഞാനൊരു കളിപ്പാട്ടം കൊണ്ട് കളിച്ചിട്ടില്ല എന്റെ മക്കൾക്ക് നല്ല കളിപ്പാട്ടങ്ങൾ, ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ. അപ്പൊ നമ്മള് ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്, വസ്ത്രം കൊടുക്കുന്നു, ഇതെല്ലാം കൊടുക്കും, മനസ്സിലാക്കുക. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ട് കുട്ടിയുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല, ഇമോഷണലി കണക്ഷൻ ഇല്ല. അത് വേണം, അത് വാങ്ങിക്കൊടുത്തു, ഇത് വേണം, ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ കുട്ടിയുടെ മനസ്സുമായിട്ട് നമ്മൾ ഒരു കണക്ഷൻ ഇല്ലാതെ നടക്കുകയാണ്, അല്ലെങ്കിൽ അവന്റെ ഇമോഷനെ നമ്മൾ മനസ്സിലാക്കാതെ നടക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം. അപ്പൊ അങ്ങനെ ആവുമ്പോ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് ഒരു ഒറ്റപ്പെടൽ ഫീല് എല്ലാം കിട്ടുന്നുണ്ട്, ഓക്കെ. ചില കുടുംബങ്ങളിൽ കണ്ടില്ലേ, ഭർത്താവ് എല്ലാം കൊടുക്കുന്നുണ്ടാവും, വസ്ത്രം കൊടുക്കുന്നുണ്ടാവും, പിന്നെ ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, മരുന്ന് വാങ്ങി കൊടുക്കുന്നുണ്ടാവും, എല്ലാം കൊടുക്കുന്നു, എന്നാലും എന്തോ ഒരു കുറവ്. എന്താ അത് ആലോചിച്ച് നോക്കൂ.
അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇമോഷനും മനസ്സിലാക്കാത്തതിന് പരസ്പര ഒരു മനസ്സ് കണ്ട് ഒരു കോർത്തിടല്. അതായത് നമ്മൾ ഇമോഷണലി കണക്ട് ആവുമ്പോൾ മാത്രമാണ് ആ കോർത്തിലുണ്ടാവും. ഒരാളെ വേദന, ഒരാളെ പ്രയാസം, ഒരാളെ ആവശ്യങ്ങൾ അതെല്ലാം പറയാതെ തന്നെ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു രീതി, അത് എവിടുന്നാ കിട്ടുക? അവിടെ ഉണ്ടാവുന്ന ഒരു കണക്ഷൻ. ആ കണക്ഷന്റെ കുറവാണ്. ആ ഇമോഷണലി നമ്മൾ കണക്ട് ആവാത്തപ്പോഴാണ് നമുക്ക് ഒരു സംതൃപ്തി നമുക്ക് ജീവിതത്തിൽ കിട്ടാതെയാകും. ഇപ്പൊ കുടുംബജീവിതത്തിൽ മിക്ക ആളുകൾക്കുള്ള പ്രശ്നം, എന്റെ അടുത്ത് വന്ന പല കൗൺസിലിങ്ങിന് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അന്താ വിട്ടുപോകും. ഇതൊക്കെ ഭാര്യയും ഭർത്താവും തന്നെയാണോ എന്ന് പോലും ചിന്തിച്ചു പോകും. ഇപ്പൊ ഈയിടെ അടുത്ത് വന്നത് ഭാര്യ അറിയാതെ ഇവരുടെ ബെഡ്റൂമിൽ ക്യാമറ വെക്കും. എന്നിട്ട് മൂപ്പര് ഗൾഫില്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും, എന്തുമാത്രം അധംപതിച്ച ഒരു സ്വഭാവമാണ്. എന്തിനാണ് അവന് ഭാര്യ? അല്ലെ? ഞാനൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ എന്താ വിചാരിക്കുക, ഇങ്ങനൊരു ഭർത്താവിനെ എനിക്ക് വേണ്ടെന്ന് വിചാരിച്ചു ഇത് അറിഞ്ഞു കഴിഞ്ഞു. ചിന്തിക്കാൻ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? ആലോചിച്ചു നോക്കൂ, എന്താണ് അതൊക്കെ? നമ്മൾ പിന്നെ ജീവിക്കണോ? അല്ലെ? ഇങ്ങനെയുള്ള ഒരാളെ കൂടെയുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഓക്കെ, ഞാൻ പിന്നെ പറഞ്ഞു പോയതാണ്. നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒറ്റപ്പെടൽ നമുക്ക് ഫീൽ ചെയ്യും, കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്നിടത്താണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ ഇമോഷൻസിനെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ അവിടെ ബന്ധങ്ങൾക്ക് ഒരു ഊഷ്മളത ഉണ്ടാവും. നമ്മൾ കുറെ വാങ്ങി കൊടുക്കുന്നു വേണ്ട, കുറെ വസ്ത്രം നമ്മളൊക്കെ എങ്ങനെ ജീവിച്ച അതുപോലെയൊക്കെ തന്നെ നമുക്ക് നമ്മളെ കുട്ടികളും ജീവിപ്പിക്കാൻ പറ്റും. ഒരു കുഴപ്പമില്ല, അവർ കഴിഞ്ഞു പോയിക്കോളും. നമുക്കുള്ള ആസ്തി എത്രയുണ്ട്, നമ്മുടെ ജോലി എന്താണ്, നമ്മുടെ വരുമാനം എത്രയാണ്, അത് കുട്ടികൾ അറിയണം. അങ്ങനെ അറിയുന്ന ഒരു മക്കളും എന്ത് ചെയ്യൂല, ബുദ്ധിമുട്ടിലാക്കൂല. പക്ഷെ നമ്മൾ അവരെ ഇതൊന്നും അറിയിക്കാതെ നിരന്തരം എല്ലാം വാങ്ങിക്കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും കുട്ടിയെ അറിയിച്ചുകൊണ്ട് അവൻ നമ്മുടെ കൂടെ, നമ്മുടെ ഒരു പാർട്ട്ണറാണ്, നമ്മുടെ ഒരു ഭാഗമാണ് നമ്മുടെ കുട്ടികൾ എന്ന് ചിന്തിച്ചുകൊണ്ട് എന്താ പറയാ, അങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു കുടുംബമാണ് എങ്കിൽ ഒരിക്കലും അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് ഒരു ഒറ്റപ്പെടല് അനുഭവിക്കുക അല്ലെങ്കിൽ വിട്ടുപോവേ ഒന്നുമില്ല. അവരെവിടേക്ക് പോയാലും അവർ എവിടെയൊക്കെ ജോലി ചെയ്യുക അല്ലെങ്കിൽ എവിടെയൊക്കെ പഠിക്കാൻ പോവേ, നമ്മൾ എവിടെയൊക്കെ അവരെ വിട്ടിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, അവർ സേഫ് എന്ന് പറയുന്നത് എന്റെ വീടാണ്, എനിക്ക് സേഫ്റ്റി എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ് എന്ന് കരുതി അവരെവിടേക്ക്. പലപ്പോഴും ഈ ഇമോഷണലി കണക്ട് ആവാതെ, അതായത് മാതാപിതാക്കളും അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ ഒറ്റക്കായി സ്വന്തം കാര്യം നോക്കി എന്താ പറയാ, ഇവരിൽ നിന്നൊക്കെ ഒന്ന് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ പോയി പോകും. അപ്പൊ അവര് വേറെ ആരെങ്കിലുമായിട്ട് ഇമോഷണലി കണക്ട് ആകുന്ന ആളുകൾ അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും, അവരുമായിട്ട് ചാറ്റിങ്ങും അവരുമായിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ കൂടെയൊക്കെ അവർ കടക്കും. അപ്പോ കുട്ടികൾക്ക് നല്ല ഒരു അറ്റൻഷൻ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്താന്ന് വെച്ചാല് ഇപ്പൊ സ്കൂളിലൊക്കെ ആണെന്ന് വെച്ചെങ്കിൽ നമുക്കറിയാം ചില കുട്ടികൾ ഭയങ്കര പ്രശ്നക്കാരായിരിക്കും. എനിക്ക് എന്റെ പല അനുഭവങ്ങളും പറയാൻ വലിയ ഇഷ്ടം. അതായത് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോ ചില ആളുകൾ ഭയങ്കര വന്നപാടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാർ. ക്ലാസ് എടുക്കാനേ നമുക്ക് എന്താ പറയാ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ കുട്ടികൾ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ക്ലാസ് എടുക്കാൻ ഏറ്റവും കംഫർട്ടായിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ആ ഒരു സമയത്തിന്റെ മുമ്പേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, ഇവരുടെ ആവശ്യം എന്താണ്? ടെൻഷനാണ്. അതായത് അവരെ ശ്രദ്ധിക്കണം, അവരോട് സംസാരിക്കണം. അപ്പൊ അതിനു വേണ്ടി അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വീട്ടിലായാലും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ ഉമ്മമാരെ എന്ത് ചെയ്യും,
അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവര് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലേ? അവർക്ക് ഇനിയിപ്പോ നമ്മള് അവരെ നല്ലതൊന്നും പറയണ്ട, അവരെ ചീത്ത പറഞ്ഞാലും മതി. അവരെന്ത് ചെയ്യും? ആ അറ്റൻഷന് വേണ്ടി അവര് സ്കൂളിലൊക്കെ ആണെങ്കിൽ ഞാൻ പറയുന്നു, ഇത് കേൾക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നമ്മൾ ആദ്യം തന്നെ ഇവർക്ക് വേണ്ടി നമ്മൾ ഒരു അറ്റൻഷൻ കൊടുക്കും. അവരെ ഒന്ന് വിളിക്കുക, എന്തൊക്കെ വിശേഷം ചോദിക്കുക, ഒന്ന് തലോടുക, എന്തൊക്കെ ഉണ്ടോ എന്ന് ചേർത്ത് പിടിക്കുക. അതോടുകൂടി തന്നെ അവരെ പ്രശ്നം തീരും. യെസ് ഓക്കെ, എന്നെ ടീച്ചർ എന്ത് ചെയ്തു, എന്നോട് ചോദിച്ചു, എന്നെ മനസ്സിലാക്കി, എന്നോട് സംസാരിച്ചു, ഓക്കെ. പിന്നെ അവൻ അവിടെ എന്ത് ചെയ്യും? അടങ്ങി. നമ്മൾ അപ്പൊ ഈ കുട്ടികളെ നമ്മൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അവർ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അവര് ഒരു അറ്റൻഷന് വേണ്ടിയിട്ടാണ് അല്ലെ? മനുഷ്യന്മാരങ്ങനെയാണ്. മനുഷ്യന്മാര് സന്തോഷം അന്വേഷിക്കുന്ന ആളാണ്. പ്ലഷർ സീക്കിംഗ് ആനിമൽ എന്നാ പറയാം. അപ്പോ കുട്ടികള് ഇവർക്ക് ഇതൊരു സന്തോഷാണ്. അവനെ ഒന്ന് നമ്മള് മറ്റുള്ള കുട്ടികളിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് അവനൊന്ന് നോക്കുക, അവനൊന്ന് ചിരിക്കുക, അവനൊന്ന് തൊടുക, അല്ലെങ്കിൽ അവന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചത്, ഇത് അവനൊരു ഹാപ്പി ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് ആളുകള്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒച്ചിട്ട് സംസാരിക്കും. ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും ക്ലാസ്സിൽ. സ്വാഭാവികമാണ്. അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെ ആയിരിക്കും. അവർക്ക് കൊടുക്കേണ്ട അറ്റൻഷൻ നമ്മൾ നേരത്തെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ അടങ്ങിയിരുന്നു, ഇത് കുഴപ്പമില്ല. പക്ഷെ അവിടെ നമ്മൾ വടിയെടുക്കാനും ചീത്ത പറയാനും പിന്നെ അവന്റെ ഇമോഷനെ മനസ്സിലാക്കാതെ നമ്മൾ അവിടെ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റോങ് ആയിട്ടായിരിക്കും അവൻ വരിക. അവൻ ആദ്യം തന്നെ അങ്ങോട്ട് പരിഗണിക്കുക, എന്നാ പിന്നെ അവൻ അഗ്രസീവ് ആകാൻ നിൽക്കൂല. ഇനി വീട്ടിൽ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. അപ്പൊ ഈ കുട്ടികൾ ഷൗട്ടിങ് പഠിക്കും. അത് സ്കൂളിൽ വീട്ടിൽ അവർക്ക് പിന്നെ എന്താ പറയാ, ഇപ്പൊ അച്ഛൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന ഒരു പേരൻസ് ആണ്, ആ കുട്ടി ഇതൊക്കെ കേൾക്കുമ്പോ ഈ കുട്ടിക്ക് വീട്ടിൽ ഇതൊന്നും പിന്നെ പറയാൻ കഴിയില്ല. കാരണം ഇവരെക്കാട്ടിലും വലിയ ആളുകളാണ് രക്ഷിതാക്കൾ. അതുകൊണ്ട് തന്നെ അവൻ അത് എവിടെ കൊടുക്കും? ഒന്നുകിൽ അവന്റെ താഴെയുള്ള മക്കൾക്ക് കൊടുക്കും, സ്കൂളിൽ വന്ന് അവന്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കും. അപ്പോ ഞാൻ പറയുന്ന അത്രയേ ഉള്ളൂ, നമ്മളിൽ നിന്ന് തന്നെയാണ് നമ്മളെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത്. ഇതിന്റെ കാരണം അവരുടെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കാഞ്ഞിട്ട് മാത്രമാണ്. അപ്പൊ അവന്റെ ബ്രെയിന് അങ്ങനെ എന്താ പറയാ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പെരുമാറിയാലാണ് ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരുന്നത്. അപ്പൊ നിരന്തരം അവരങ്ങനെ ഓരോ ക്ലാസ് ഇപ്പൊ ഒന്നും അങ്ങനെ പെരുമാറി, രണ്ടെന്ന് ഇതിങ്ങനെ തുടരും. അപ്പൊ എവിടെയെങ്കിലും ഒരു ടീച്ചർ ഈ അവന്റെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും അവനെ കേൾക്കാനും തയ്യാറുള്ള ഒരാളായിട്ടുണ്ടെങ്കിൽ പിന്നീട് അവൻ ശരിയായി. മനസ്സിലായി? അതാണ് അറ്റൻഷൻ സീക്കിങ് എന്നൊക്കെ പറഞ്ഞാലുള്ള കാര്യം. അപ്പൊ അഗ്രഷനാകുന്ന ആളുകളുണ്ട്. അപ്പൊ അഗ്രഷൻ എന്ന് പറഞ്ഞാല് ഈ രീതിയിൽ കുട്ടികള് അമ്മയെ അടിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലെ? ഭയങ്കരമായിട്ട് എന്തെങ്കിലും പറഞ്ഞാല് അമ്മേനെ എങ്ങനെ തല്ലുന്ന മക്കളുണ്ടാവും.
അതുപോലെ തന്നെ ഡോറൊക്കെ വലിച്ചിങ്ങോട്ട് അടക്കുന്നത് അല്ലെ. ഇതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാല് അവര് ഇമോഷണലി അവര് അൺസേഫ് ആയിട്ട് തോന്നുകയാണ്. അവർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇവർ അംഗീകരിക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത് തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞ വിത്ഡ്രോയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടി ഇമോഷണലി പിന്നിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. അതായത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്, അവര് പല പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ നല്ല രീതിയിൽ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാതിരുന്ന ഈ കുട്ടികൾ ഉൾവലിഞ്ഞു പോകുന്ന ഒരവസ്ഥ. അവര് സ്വന്തമായിട്ട് റൂമിലേക്ക് പോവുക, അങ്ങനെ അവിടെ ഭയങ്കരം എന്താ അവരുടെ ഫീലിങ്സ് അവരാരോടും ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ വിഡ്രോയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് പേരൻസ് ആർ മോറേഴ്സ്. അതായത് പേരൻസ് എങ്ങനെയാണ് കുട്ടികളോട്, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഒക്കെ ഒരു 2 മക്കളുണ്ടെങ്കിൽ 2 CCTV നമ്മുടെ വീട്ടിലുണ്ടെന്ന് കേൾക്കും. അവര് ഒരു ക്യാമറ കണ്ണുകൾ നമ്മളെ എങ്ങനെ ഒപ്പിയെടുക്കുന്നു അതുപോലെ അവര് ഒരു സ്പോഞ്ചില് വെള്ളം മുക്കി ആ സ്പോഞ്ച് എങ്ങനെ വെള്ളം വലിച്ചു കുടിക്കുന്നു അതുപോലെ അവര് നമ്മളിൽ നിന്ന് നമ്മളെ ഒപ്പിയെടുക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മൾ ഷൗട്ട് ചെയ്യുന്നുണ്ടോ? കുട്ടികൾ ഷൗട്ട് ചെയ്യും, യാതൊരു സംശയമില്ല. നമ്മൾ ഫോൺ അഡിക്ഷനാണ്, നമ്മൾ എപ്പോഴും മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും, കുട്ടികൾക്കും അത് ഉണ്ടാവും എന്നുള്ളത് 100%. ഇപ്പൊ എനിക്കറിയാം, ഞാനിപ്പോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഒരു മൊബൈൽ എടുത്ത് നോക്കുന്നുണ്ടെങ്കിൽ അപ്പൊ എന്റെ മോൻ എന്ത് ചെയ്യും, ഒരു ഫോൺ കൊണ്ടുവരും, ഇതൊന്ന് തുറന്നേരി. അപ്പൊ നമ്മൾ ഫോൺ ഉപയോഗം കുറക്കുക, എന്നാലേ നമുക്ക് അവരെ പറയാൻ പറ്റും. ഇപ്പൊ നമ്മള് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ മറ്റൊരാളോട് അത് ചെയ്യരുത് എന്ന് പറയുന്നതിന് ഒരർത്ഥമില്ല. പ്രവാചകൻ പോലും അങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലെ. ശർക്കര തിന്നുന്നതിനെ പറ്റി വന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. കാരണം പ്രവാചകൻ ആ ശീലമുണ്ട്, അതൊന്ന് മാറ്റിയെടുക്കാൻ പ്രവാചകൻ സമയം എടുത്തു എന്നാണ്. അത് റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് മറ്റുള്ളവരെ ഉപദേശിച്ചത്. അപ്പൊ ഇങ്ങനെ ഒരു നമ്മള് ഫോൺ അഡിക്ഷൻ ആണോ? കുട്ടികൾക്കും അഡിക്ഷൻ. അപ്പൊ നമ്മുടെ അഡിക്ഷൻ ആദ്യം ഒഴിവാക്കണം, അപ്പോഴേ നമുക്ക് കുട്ടികളെ അതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ എല്ലാത്തിനും ദേഷ്യം പിടിക്കുന്ന ഒരു രക്ഷിതാവാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ നമ്മുടെ കുട്ടികള് നല്ലവരായി വരിക? ദേഷ്യമില്ലാത്തവർ, ഒരു കാം സ്വഭാവം അവരിൽ നിന്ന് എങ്ങനെ വരും എന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യും. സിമ്പിളായിട്ട് ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കുട്ടികൾ എങ്ങനെയാവണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മളായിത്തീരുക. ഏറ്റവും സിമ്പിളായ വാക്ക് പറഞ്ഞു, ഇങ്ങനെ എന്റെ കുട്ടി എങ്ങനെയുള്ള ഒരു കുട്ടിയാവണം, അത് നമുക്കറിയാലോ നല്ലോണം. നമ്മൾ അതുപോലെ ആവാൻ വേണ്ടി ഒന്ന് ശ്രമിക്കാം, അത്രേ ഉള്ളൂ. അത് അങ്ങനെ ആവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക, എന്നാ കഴിഞ്ഞു. നമ്മൾ കള്ളം പറയുന്നില്ല, നമ്മുടെ കുട്ടി ഒരിക്കലും കള്ളം പറയില്ല, മനസ്സിലാക്കിയാൽ. നമ്മൾ കള്ളം പറഞ്ഞ് ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടി അതിലപ്പുറം കള്ളം പറയും, ഒരു സംശയമില്ല. അപ്പൊ നമ്മൾ കള്ളം പറയാത്ത ഒരു ആളാണെങ്കിൽ പല സമയത്തും കുട്ടിക്ക് അത് പ്രൂഫ് ചെയ്യാൻ പറ്റും, പല സമയത്തും അവരത് മനസ്സിലാക്കും, പറഞ്ഞിട്ടില്ല. അതേസമയം നമ്മൾ പലപ്പോഴും കുട്ടികളുടെ മുന്നിൽ വെച്ച് കളവാണ് പറഞ്ഞ് ശീലിപ്പിക്കുകയും, ഉദാഹരണത്തിന് ഇപ്പൊ ആരെങ്കിലും വരുമ്പോ അവിടെ ഉപ്പ ഉണ്ടോടാ, ഇല്ലാന്ന് പറഞ്ഞേക്ക് എന്നാണ് പറയുന്നത് എങ്കിൽ അകത്ത് ഉപ്പ ഉണ്ട് കിടക്കുന്നത് കുട്ടിക്കറിയാം, എന്നിട്ട് പറയുന്നു ഇവിടെ ഇല്ലാന്ന് പറയാൻ. ഒരുപക്ഷെ കടം വാങ്ങിയ ആളുകൾ ആരെങ്കിലും വന്ന് അന്വേഷിച്ചതൊക്കെ ആവാം, ഇറ്റ്സ് ഓക്കെ. പക്ഷേ അവിടെ കുട്ടിയെ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? കളവ് പറയാൻ പ്രേരിപ്പിക്കും. കുട്ടി അതാണ് കണ്ടു വളരുന്നത്, മനസ്സിലായി. നമ്മളുടെ ഗ്രാൻഡ് പേരൻസ് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവരോട് പെരുമാറുന്നു എന്ന്
കുട്ടി നന്നായിട്ട് മനസ്സിലാക്കി. തിരിച്ച് കുട്ടി വലുതാവുമ്പോ അവര് നമ്മളോട് ഇതുപോലെ പെരുമാറും. മനസ്സിലായി? അപ്പൊ ഇതിനൊക്കെ പല ജാതി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കുട്ടി എങ്ങനെ ആവണം അങ്ങനെ നിങ്ങളായി തീരുക എന്നുള്ളത്. സ്നേഹത്തിലുള്ള ഇപ്പൊ പല വീടുകളിലും ഈ വളർന്നു വരുന്ന പെൺകുട്ടികൾ പറയും വിവാഹം വേണ്ടാന്ന്. കാരണം എന്താ? ഓ ഇതല്ലേ നിങ്ങളെ രണ്ടാളെയും കണ്ടല്ലേ വളരുന്ന്, നോക്കൂ പറയുന്നത് അല്ലേ, നിങ്ങൾ രണ്ടാളും എപ്പോഴും കച്ചറയല്ലേ, പിന്നെ എന്തിനാ കല്യാണം കഴിക്കുന്നത്? വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ. കാരണം ഈ കുട്ടികൾ അവിടെ അനുഭവിക്കുന്ന ഒരു പ്രയാസമുണ്ട്. ഇതുപോലെ മക്കളെ പ്രയാസത്തിലാക്കാൻ ഞാൻ എന്തിനു കല്യാണം കഴിക്കും? അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു ഫ്രീഡവും കൊടുക്കുന്നില്ല ഭാര്യ, എവിടെയോ ഒന്നും പോകാൻ സമ്മതിക്കുന്നില്ല. അവരുടെ ഇപ്പോ പല ആഗ്രഹങ്ങൾ ഉണ്ടാവും, കുഞ്ഞു 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 ആഗ്രഹങ്ങൾ പോലും നിറവേറ്റി കൊടുക്കാത്ത പല ഭർത്താക്കന്മാരുണ്ട് അല്ലെ. ആരുടെയും കൂടെ ഒന്ന് അവിടം വരെ പോകട്ടെ, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ ഒരു ഷോപ്പിങ്ങിന് പോകട്ടെ, പറ്റില്ല. ഒരു കല്യാണത്തിന് പോകാൻ സാധിക്കും, നിന്നെ ഞാൻ കൊണ്ടാവാം, നമ്മക്ക് പോവാം എന്നാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് കല്യാണം കണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവരുടെ എല്ലാ ഇച്ഛക്കും ഒരു ആളായി നമ്മൾ മാറണം. പക്ഷെ നമ്മുടെ ഒരു വ്യക്തിത്വം തന്നെ ആകെ മാറിപ്പോകണം. നമുക്ക് പിന്നെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇല്ല പല ആളുകളും. അപ്പൊ അതുകൊണ്ടാണ് പല കുട്ടികളും ഇന്ന് കല്യാണം കഴിക്കില്ല എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാരണം. അതേസമയം നമ്മുടെ കുടുംബത്തില് ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തോടെ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവിടെയുള്ള മക്കളും ഇങ്ങനെയൊക്കെ ആവാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പൊ അവര് കല്യാണം കഴിച്ചു പോയാലും അവരിങ്ങനെയുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കാൻ, ഒരു കെട്ടുറപ്പുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കാനായിരിക്കും അവർ ശ്രമിക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ കാതൽ റൂട്ട് കോസ് എന്ന് പറയുന്നത് സ്വന്തം വീടാണ് എന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മിക്കുക. അപ്പൊ പാരന്റ്സ് എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും അതിൽ പറയേണ്ട ആവശ്യമില്ല അല്ലെ. ഞാന് പലപ്പോഴും എന്റെ മക്കളെയും ഞാൻ അങ്ങനെ തന്നെയാണ് പറയല്. ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ് കളവ് പറയുന്നത്. ഈ കളവ് പറയുന്നതിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഒരു കളവ് പറയാം, പിന്നെ 100 അത് അടച്ചു വെക്കാം, 100 കളവ് പറയണം എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ ആ കളവ് എന്ന് പറയുന്നതിന് എന്തുമാത്രം പ്രസക്തി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നാൽ ഇന്ന് പല ആളുകൾക്കും അതൊരു വിഷയേ അല്ലാതായിട്ടുണ്ട്. കളവ് പറയാ എന്നുള്ളത്, മറ്റുള്ളവരെ കുറ്റം പറയാ, കളവ് പറയാ, നമ്മുടെ ക്യാരക്ടറിനെ നമ്മളൊന്നും നന്നാക്കും. അങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് നല്ല സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക്. അപ്പൊ അത് ഏറ്റവും ഞാൻ രക്ഷിതാക്കൾ എന്ന് പറയുന്നത് ഞാൻ സ്ത്രീകളെയാണ് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് തുടങ്ങട്ടെ. ഞാൻ പലപ്പോഴും എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൂടുതൽ സ്ത്രീകളാണ്, പുരുഷന്മാര് കുറവാണ്. കാരണം സ്ത്രീകളിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാല് തീർച്ചയായിട്ടും ആ ഒരു കുടുംബം നന്നാവും. ആ കുടുംബം നന്നായി നമ്മുടെ അയൽപക്കം നന്നായി. നമ്മുടെ അയൽപക്കത്ത് പോയി നമ്മൾ പല കാര്യങ്ങളും ഇങ്ങനെ പറയുന്നില്ല, അവരെ നമ്മൾ സഹായിക്കാൻ തയ്യാറാവുക, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ അയൽപക്കക്കാരും നന്നായി, പിന്നെ ആ സമൂഹം നന്നാവും അല്ലെ. അങ്ങനെ ഓരോ വീട്ടിലെ ആളുകളും ഇതുപോലെയുള്ള ഓരോ ക്ലാസ്സുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ എത്ര സുന്ദരമായിരിക്കും ലോകം. തീർച്ചയായിട്ടും എൻ്റെ ഒരു വിഷൻ എന്ന് പറയുന്നതാണ്, എൻ്റെ മുന്നിലേക്ക് വരുന്ന ആളുകളെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം മാറ്റിയെടുക്കാൻ നമ്മുടെ ഒരു മനസ്സ് മതി. നമ്മുടെ മനസ്സിന്റെ പവർ കൊണ്ട് നമുക്ക് ഇതെല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പേരൻസ് നന്നായിരിക്കുക, കുട്ടികൾ നന്നായി. പേരൻസ് സോറി പറയാൻ പഠിപ്പിക്കാം, ഒരു പ്ലീസ് പറയാൻ പഠിപ്പിക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു പക്ഷെ സ്കൂളിലൊന്നും അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നുണ്ടാവില്ല. ഞാൻ പല വിഷയങ്ങളും
പല എന്താ പറയാ ഓരോ ചാപ്റ്റർ വരുമ്പോ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ നമ്മൾ നന്നായിട്ട് ഇടപെട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുന്നതാണ്. അതായത് ഒരു കൾച്ചറുള്ള ഒരു മക്കളായി നമുക്ക് മാറ്റാൻ പറ്റുന്നു. അപ്പൊ ഇതിനൊക്കെ ആയിട്ട് കുട്ടിക്ക് ആവശ്യമുള്ള 5 കാര്യങ്ങളാണ്. സേഫ്റ്റിയാണ്. കുട്ടിക്ക് സേഫ്റ്റി തോന്നണം അല്ലെ? വീട് സേഫ്റ്റിയാണ്, എൻ്റെ അമ്മൻ അച്ഛ എല്ലാം എനിക്ക് സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് അവർക്ക് തോന്നുന്നു. എവിടെ പോയാലും അല്ലെ എൻ്റെ വീട് എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റും. അത് അങ്ങനെയാണ്. രക്ഷിതാക്കളോട് പേടിയില്ലാതെ സംസാരിക്കാൻ പറ്റും. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങളോട് എത്ര പേർക്ക് നിങ്ങളെ മക്കൾക്ക് വന്ന് കണ്ട് വന്ന് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായി എന്ന് പറയാൻ തോന്നുന്നു? എത്ര മക്കൾ? പലരും മിണ്ടാതിരിക്കും. കാരണം നിങ്ങളുടെ ചീത്ത പറയുന്നത് കേൾക്കുകയും നിങ്ങളുടെ ഷൗട്ട് ചെയ്യുന്നത് അവർക്ക് എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റൂല. അതുകൊണ്ട് അവരത് പറയാതിരിക്കും അല്ലെ? അപ്പൊ പ്രശ്നങ്ങൾ വന്ന് പറയണമെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മളോട് വന്ന് അവർ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനു മാത്രം അവരോട് അത്രയും അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് ഞാൻ നിങ്ങളിങ്ങനെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്നത്. നമ്മൾ ഇമോഷണലി ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം. ഇമോഷണലി അവരുടെ മനസ്സുമായിട്ടായിരിക്കണം നമ്മൾ കണക്ട് ആവുന്നത്. അതുണ്ടെങ്കിൽ കുട്ടികൾ ആ കണക്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവും അവിടെ സേഫ്റ്റി ഉണ്ട്. എന്ത് പ്രശ്നം എൻ്റെ ഉമ്മ എൻ്റെ കൂടെ നിൽക്കും, എൻ്റെ ഉപ്പ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ടെങ്കിൽ അതാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നത്. എൻ്റെ അടുത്തുനിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി, അമ്മ എനിക്കിങ്ങനെ പറ്റിപ്പോയി എൻ്റെ ഭാഗത്തുനിന്ന് എന്ന് വന്ന് പറയുമ്പോ അവനെ റിജക്റ്റ് ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസം അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അത് ഉണ്ടാവണമെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ആ ഒരു വിശ്വാസമുള്ള കുട്ടിക്കാണ് സേഫ്റ്റി ഉണ്ടായി. അതായത് എൻ്റെ വീട് ഇപ്പൊ ഒരു സിമ്പിളായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഗ്ലാസ് പൊട്ടി. നമ്മൾ ആരും കണ്ടിട്ടില്ല ഗ്ലാസ് പൊട്ടിയത്. കുട്ടി എന്ത് ചെയ്യും? ഈ ഒരു സേഫ്റ്റി തോന്നാത്ത കുട്ടി ഇതെടുത്തിട്ട് വേറെ എവിടെയെങ്കിലും ആരും അറിയാതെ കൊണ്ടുപോയി തൊടിന്റെ മൂലയിലൊക്കെ വെച്ച് വരും. നമ്മളിത് അന്വേഷിക്കുമ്പോ അത് കണ്ടവരില്ല കേട്ടവരില്ല. മനസ്സിലായി? ഇവിടെ കുട്ടിക്ക് സേഫ്റ്റി ഇല്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. കാരണം എന്താണ്? ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ അടി കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിച്ച് കുറെ പറയും അല്ലേ? അവരെ ഭയങ്കരമായിട്ട് ഇമോഷണലി അവരെ ഡൗൺ ചെയ്യും. അതേസമയം എൻ്റെ അടുത്ത് നിന്ന് പൊട്ടിപ്പോയിട്ടോ എന്ന് വന്ന് പറയുമ്പോൾ സാരല്ല, ഇറ്റ്സ് ഓക്കെ എന്ന് പറയാൻ തയ്യാറുള്ള ഒരു രക്ഷിതാവാണ്. കുട്ടി പറയും. അവിടെയാണ് കുട്ടി മനസ്സിലാക്കുന്നത് എനിക്കിവിടെ സേഫ്റ്റി ഉണ്ട്, എനിക്ക് സംരക്ഷണം എൻ്റെ വീടാണ്, എൻ്റെ ഉമ്മയാണ്, എൻ്റെ വാപ്പയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ് എന്നുള്ള ഒരു ബോധം കുട്ടിയിലേക്ക് വരും. അതാണ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില സമയത്ത് നമ്മൾ പറയും ചില കുട്ടികളോട്, പല രക്ഷിതാക്കളും പറഞ്ഞു, നീ എപ്പോഴും ഇങ്ങനെയാണ്, മടുത്ത് എന്നോട് അല്ലെ പറയില്ലേ? ഇങ്ങനെ പറയുന്ന കുട്ടികൾക്ക് ഫിയർ ആണ് ഉണ്ടാകുക, പേടി. എങ്ങനെ പേരോട് പറയും? മനസ്സിലായോ? ആ ഫിയർ ഉണ്ടാവരുത്. അവിടെ നമുക്ക് വരുത്തേണ്ടത് സേഫ്റ്റിയാണ്. മനസ്സിലാക്കാൻ പറ്റണം. സാരമില്ല, അടുത്ത പ്രാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കുക അല്ലെ? പറ്റിപ്പോയി, ഇറ്റ്സ് ഓക്കെ, സാരമില്ല. മോനെന്തെങ്കിലും പറ്റിയോ? മോന്റെ കൈയിനോ കാലിനോ കൊണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ഒരു പെരുമാറുന്നത് എങ്കിൽ അവിടെ സേഫ്റ്റി ഉണ്ടായിരിക്കും എന്നതാണ്. കുട്ടിക്ക് മാർക്ക് കുറഞ്ഞു പോയി, എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെയൊക്കെ തന്നെ, ഇങ്ങനെ പറയാതെ ഓക്കെ അടുത്തതിന് റെഡിയാക്കാം എന്ന് പറയാൻ പറ്റും. പിന്നെ അക്സെപ്റ്റൻസ് വേണം. അംഗീകരിക്കണം കുട്ടികൾ, ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും? ജഡ്ജ് ചെയ്യും മുൻകൂട്ടി. എന്നെ കണ്ടു പഠിക്കടാ, അല്ലേ? ഇങ്ങനെ ഒരു കമ്പാരിസണും ഉണ്ടാവും അല്ലെ?
അങ്ങനെയുള്ള ഒരു സ്വഭാവം. അവനെ പോലെ ആയിക്കൂടെ, അവൻ അങ്ങനെ ചെയ്തില്ലേ, അവൻ എവിടൊക്കെ പോയി, നീ ഇപ്പോഴും ഇവിടെ തന്നെ അല്ലെ, ഇങ്ങനെ പറയും നമ്മൾ പല കുട്ടികളോടും. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കുട്ടിക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അംഗീകരിക്കാൻ നമ്മളത്തെ മക്കൾ കഴിയുന്നതും കമ്പാരിസൺ ചെയ്യാതിരിക്കുക. സാരല്ല, ശരിയായിക്കോണു, കുറച്ച് സമയം എടുക്കും, നിനക്കും അതിന് പറ്റും അല്ലേ. ഒരു ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയാൽ ചിലപ്പോ അങ്ങനെ പറയുന്ന രക്ഷിതാക്കൾ, എന്നെ കൊണ്ട് അതൊന്നും പറ്റും. പക്ഷെ അതേ സമയം പറ്റും, നിനക്ക് കുറച്ചുകൂടി സമയം എടുക്കുമായിരിക്കും, ഓക്കെ പറ്റും എന്ന് പറയാനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ എന്താണ്, അതൊരു അംഗീകാരമാണ് കുട്ടി. ഇപ്പോ SSLCക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ +2 മാർക്ക് കുറഞ്ഞു പോയി, എന്നാ കുട്ടിക്ക് നന്നായിട്ട് വരക്കാൻ കഴിയും. ആലോചിച്ച് നോക്ക്. അപ്പൊ ആ കുട്ടിയെ നമ്മളെ ഇഷ്ടത്തിനുള്ള ഒരു വിഷയത്തിന് വിടാതെ ഈ കുട്ടിയെ ഇതിലൂടെ നമ്മൾ പറഞ്ഞേക്കാം, നിനക്ക് ഇത് പറ്റും, ഇതിൽ നിനക്ക് ശോഭിക്കാൻ പറ്റും അല്ലെ. ആ വിഷയം നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെടുന്നത്, കുട്ടിന്റെ പാഷൻ ഇതല്ലേ, നിനക്ക് അതിലൂടെ പോകാം, വിജയിക്കാൻ പറ്റും. യെസ്, ഇതാണ് കുട്ടിയെ അംഗീകരിക്കുക എന്ന് പറയുന്നത്. കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള മനസ്സ് കൊടുക്കുക, അതൊരു അംഗീകാരമാണ് കുട്ടികൾക്ക്. നമ്മൾ ചില ആളുകൾ പറയുന്ന ഒരു കാര്യം, അത് ചെയ്തോ, അത് ഫ്യൂച്ചറാണ്, ഇത് അതാണ്, പക്ഷെ കുട്ടിക്ക് അത് ഇഷ്ടമുണ്ടാവും. കുട്ടിയുടെ ഇഷ്ടത്തിന് നമ്മള് വിടുക, നിനക്കത് നന്നായിട്ട് ചെയ്യാൻ കഴിയൂ, നിനക്കത് വരക്കാൻ പറ്റുന്നുണ്ടല്ലോ, യെസ്, ഇതിലൂടെ നിനക്ക് വിജയിക്കാൻ പറ്റും. അത് ഏത് വിഷയമാണെങ്കിലും. ഇപ്പൊ ഞാൻ വരാ എന്നുള്ളത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ ഏതും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു ചെയ്യാൻ പറ്റും. അറ്റൻഷൻ കൊടുക്കുക, അങ്ങനെയാണ് ക്വാളിറ്റി ടൈം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അവരുമായിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ഒന്ന് സംസാരിക്കാൻ വേണ്ടി തയ്യാറാകുക. ഇപ്പൊ കുട്ടി വന്നിട്ട് ഒരു കാര്യം എന്ന് പറയുമ്പോ നിങ്ങൾ ഫോണിലാണ്, നീ അവിടെ പറഞ്ഞപ്പോ ഇപ്പൊ പറ്റൂല, പിന്നെ പറയാം എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തള്ളി കഴിഞ്ഞാൽ കുട്ടി വിചാരിക്ക, അമ്മ ബിസിയാണ് അല്ലേ, അമ്മ എപ്പോഴും ബിസിയാണ്, ഇതൊന്നും പറയാം. ഒരു 3-4 പ്രാവശ്യമൊക്കെ നിങ്ങളെടുത്ത് കുട്ടി വരും കുട്ടിയുടെ കാര്യങ്ങൾ പറയാന്. പക്ഷെ നിങ്ങൾ അപ്പോഴൊക്കെ ബിസിയാണ്, ഫോണിലാണ്, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലാണെങ്കിൽ കുട്ടിയെ നിങ്ങൾ കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ കുട്ടി പോകും, പിന്നീട് നിങ്ങളെടുത്ത് വരൂല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് അച്ഛൻ ഇതൊന്നും കേൾക്കാൻ സമയമില്ല, പോട്ടെ, കുട്ടികൾ അങ്ങനെ ആകരുത്. ഇനി ഞാൻ അതുകൊണ്ടൊന്നും പറയാൻ പോകുന്നു, നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും ഒരു ദിവസവും നിങ്ങളെ കുട്ടികൾക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക, അവരോട് സംസാരിക്കാൻ. എന്തൊക്കെ വിശേഷങ്ങൾ, സ്കൂളിൽ എന്തൊക്കെ നടന്നു, ആരൊക്കെയൊന്ന് കളിക്കാനുണ്ടായിരുന്നു, ഇപ്പൊ കളിക്കാൻ പോയിട്ടുണ്ടാവും സ്കൂൾ വിട്ട് വന്നിട്ട്, ആരൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ, എന്ത് കളി കളിച്ചു, ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ മക്കളോട് ചോദിച്ചറിയാം. എത്ര പേരുണ്ട് അങ്ങനെ ചോദിച്ചറിയുന്നവർ. കുട്ടിയെ ഒന്ന് ചേർത്തിന്റെ കണ്ണിൽ നോക്കിയിട്ട് നമ്മളൊന്ന് സംസാരിച്ചു നോക്കൂ, അവന്റെ കണ്ണിലെ തിളക്കം കാണാൻ പറ്റും, അവൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോ ആ കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാം, പുഞ്ചിരിക്ക കുട്ടികളോട്. എത്ര ആള് മസിലും പിടിച്ചു നോക്കും മക്കളോട് സംസാരിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ പേരൻസ് ഇപ്പൊ ഉമ്മയാണ് കേൾക്കുന്നത്, ഇപ്പൊ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ മസിൽ വെച്ച് നിൽക്കല്ലേ, മസിലൊന്ന് അയക്ക്, കുട്ടികളോടൊന്ന് ചിരിക്ക്, ഒന്ന് ചിരിക്ക്, നന്നായിട്ടൊന്ന് ചിരിക്ക്. ചിരിക്കാത്ത മക്കള്, കെട്ടിപ്പിടിക്കാത്ത രക്ഷിതാക്കള് അല്ലെ. അപ്പൊ ഞാനൊരു റിയാലിറ്റി ഷോന്റെ ഒരു ക്ലിപ്പ് കണ്ടു. ഈ കുട്ടിക്ക് നല്ല പാട്ട് പാടുന്ന കുട്ടിയാണ്. ഈ കുട്ടിയുടെ വേദിയിലേക്ക് പിന്നെ അച്ഛനെയും അമ്മയും വരുത്താണ്, കുട്ടി അറിയുന്നില്ല. അങ്ങനെ ആ സമയത്ത് വരുമ്പോ എന്താ ജഡ്ജസ് പറയുന്നുണ്ട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ. അപ്പൊ ഈ കുട്ടിക്കും നാണോ അച്ഛനും നാണോ, ആലോചിച്ച് നോക്കുന്നു, എന്ത് കഷ്ടാണ് അല്ലെ. അപ്പൊ കുട്ടി പറയുന്നുണ്ട് ചെറുപ്പത്തിൽ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും, പക്ഷെ അവന് ഓർമ്മയില്ല,
അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് കുട്ടികൾക്ക് ഇതൊന്നും ഓർമ്മ, എത്ര വട്ടം എന്റെ ഉപ്പ കെട്ടിപ്പിടിച്ചു, എന്റെ ഉമ്മ കെട്ടിപ്പിടിച്ചു എന്നൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞു വരുന്ന ഒരു സമയമുണ്ട്, അവരാഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവും. പിന്നീട് അത് നമ്മൾ തുടർന്ന് പോകണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജീവിതം എന്ത് ഭംഗിയായിരിക്കും അല്ലെ? അപ്പോ ഹഗ് ചെയ്യാം കുട്ടികൾ. ഞാൻ പറയുന്നത് മുതിർന്നവരെ ഹഗ് ചെയ്യാം, മുതിർന്ന കുട്ടി. ഇപ്പോ ഞാൻ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്റെ മോള് മക്കളെയായിട്ട് വരുമ്പോ ഞാൻ മക്കളെ എടുക്കുന്നതിന് മുമ്പേ ഞാൻ എന്റെ മോളെ ഒന്ന് ഹഗ് ചെയ്യും. നമ്മൾ പലരും ചെയ്യുന്ന കാര്യം, ആ കുട്ടികളെ എടുക്കുവോ അല്ല ഉമ്മച്ചുവോ അല്ല, പക്ഷെ നമ്മൾ നമ്മുടെ മക്കളോട് അത് ചെയ്യുന്നുണ്ടോ? നമ്മുടെ പേരമക്കളെ നമ്മൾ ചെയ്യുന്നു, കുട്ടികൾ ഓക്കെ, നമ്മുടെ മക്കളെ നമ്മൾ ചെയ്യണം. നമ്മൾ നമ്മളെ ഉമ്മമാരെ അടുത്ത് വീട്ടിൽ പോയി പോരുമ്പോ അവരൊന്ന് ഹഗ് ചെയ്യണ്ടേ, അവരൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചൂടെ? അവര് വയസ്സായി, അവരിത് ആഗ്രഹിക്കുന്നില്ല, കിട്ടുമ്പോ അവരുടെ മനസ്സ് എന്തുമാത്രം സന്തോഷം. നമ്മൾ അങ്ങനെയല്ലേ ആവണം. അപ്പോ അവിടെയൊക്കെയാണ് നമ്മുടെ സ്നേഹം കൂട്ടി ഉറക്കുന്നത്. അതൊരു ഉറച്ച ബന്ധം. അപ്പൊ നമ്മളെ മക്കളെ അങ്ങനെ അവര് എന്താ പറയാ, അതാണ് അവർക്കൊരു അറ്റൻഷൻ കൊടുക്കണം. അവരാഗ്രഹിക്കുന്നുണ്ട്, അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ മനസ്സിലാക്കുന്നുണ്ട്. രാത്രിയൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് അവരോട് കുറച്ചു നേരം സംസാരിക്കുക, അവരുടെ ബെഡിലൊന്ന് പോയി ഇരിക്കുക. എന്തൊക്കെ ഉണ്ട് അല്ലേ, ഒന്ന് ചോദിക്കാം നമുക്ക്, സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ അവരോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരെ ഒന്ന് തലോടി കഴിഞ്ഞാൽ അവർക്ക് എന്തായി, നമ്മൾ കൊടുക്കുന്ന ഒരു അറ്റൻഷനാണ്. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്റെ അച്ഛനും അമ്മക്കും ഞാനൊരു ഇമ്പോർട്ടന്റ് വസ്തുവാണ്. ഇന്ന് പലപ്പോഴും നമുക്കതില്ല അല്ലെ, നമുക്ക് നമ്മുടെ മൊബൈലായിരിക്കും, അതിനെ നമ്മൾ സൂക്ഷിക്കും. കുട്ടി വീണാലും കുഴപ്പമുണ്ടാവില്ല, മൊബൈൽ അത്രയും സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടിക്ക് തോന്നണം നമ്മുടെ കുട്ടി എന്ന് പറയുന്നത് എന്റെ അച്ഛനും അമ്മക്കും ഞാനൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുവാണ്, ഞാൻ അവർക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ലാത്ത ഒരു വസ്തുവാണ് ഞാൻ എന്നുള്ള ഒരു രീതിയിൽ അവർക്കത് തോന്നണം. ഞാൻ എന്തായാലും എന്തോ ഓർക്കൊന്നുമില്ല എന്നല്ല, ഞാനില്ലാഞ്ഞാ അവർക്ക് പറ്റൂല എന്നുള്ള ഒരു രീതിയിലേക്ക് തന്നെ വരും. അപ്പൊ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവും. അതിന് നമ്മൾ അവരോട് അതേ അത് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അപ്രിസിയേഷൻസ്, അംഗീകാരം കൊടുക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം വീടുകളില് അംഗീകാരം കൊടുക്കാൻ പല കാരണങ്ങളും ഉണ്ടാകലുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യാറില്ല, അവഗണിക്കാറാണ് പലപ്പോഴും ചെയ്യുന്നത്. കുട്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ അതിനൊന്നും ഒരു അംഗീകാരം കൊടുക്കും. രാവിലെ ഒന്ന് ബെഡ് മടക്കി വെച്ചിട്ടുണ്ടാവും, ഓ നീ ഒന്നും അതൊക്കെ ചെയ്തൂലേ, ഓക്കെ എന്ന് പറഞ്ഞൊന്ന് കെട്ടിപ്പിടിക്കേ, ഒരു ഉമ്മ കൊടുക്കാം, അല്ലെങ്കിൽ നീ ചെയ്ത പണി എത്രയും നന്നായി, യെസ് വെരി ഗുഡ് എന്ന് നമ്മൾ അവനെ ഒന്ന് എന്താ പറയാ, സൂപ്പർ ആയിട്ടോ ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്നാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് പറയാൻ നമ്മള് അല്ലെ, റൂമുകൾ വാവ് ആ എന്ത് സൂപ്പർ ആയിട്ടും അടുക്കി വെച്ചിട്ടുണ്ടെന്ന്, അടിപൊളി, ഇതൊക്കെ ഒന്ന് പറയാൻ എന്തത്ര മടി, മടി കാണിക്കരുത്. അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. അപ്പൊ പിന്നെയും ചെയ്യാൻ അവർക്ക് അതൊരു മോട്ടിവേഷൻ ആയി മാറും. ഇനിയിപ്പോ ആരോടെങ്കിലും ഒന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ കുട്ടി നന്നായിട്ട് ഒരു പെർഫോം ചെയ്ത് എവിടെയെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടോ ഉഷാറായിരുന്നു, അപ്പോ കുട്ടിക്ക് തന്നെ ഒരു എന്താ പറയാ, ഒരു ഉഷാറുണ്ടാവും, ഒരു മോട്ടിവേഷൻ. ഞാൻ ഉഷാറാണ്, എന്നെ കൊണ്ട് പറ്റും, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും, കോൺഫിഡന്റ് ആയി കുട്ടിക്ക്. അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ ഇമോഷണൽ വാലിഡേഷൻ. അപ്പൊ കുട്ടി കളിക്കാൻ പോവാം, കളിക്കാൻ പോയിട്ട് കരഞ്ഞോണ്ട് തിരിച്ചു വരുന്നു, എന്താ ചോദിക്ക, ആ കരയണ്ട,
എന്താന്ന് ചോദിച്ചോ, കുട്ടികള് ഓല് എന്നെ കളിക്കാനൊന്നും കൂട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ കളിക്കാനൊന്നും കൂട്ടുന്നില്ല. കുട്ടികൾക്കുള്ള ഒരു പ്രശ്നമാണ്, എന്നെ കളിക്കാനൊന്നും അവർ കൂട്ടിയില്ല. അതൊന്നും കാര്യമാക്കണ്ട, അപ്പൊ വലിയ കാര്യമല്ലേ ഒരു കളിച്ചു, നീ ഇപ്പൊ കളിച്ചിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. കേട്ടോ എങ്ങനെയുണ്ട്? ആ കുട്ടിയുടെ ഇമോഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി. ആ കളിക്ക് കൂട്ടാത്തതിന്റെ അതിന്റെ വിഷമമാണ് അത് കരഞ്ഞു വരുന്നത്. ഒന്ന് പിടിച്ച് ചേർത്ത് നിർത്തിയിട്ട്, ഓയോ കുഞ്ഞിനെ കളിക്കാൻ കൂട്ടിയിട്ടില്ലേ, സാരല്ല കേട്ടോ, ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഉപ്പന്റെ കൂടെ കളിക്കാം, വാ നമുക്ക് കളിക്കാം അല്ലെ, ഒരു ബോൾ എടുത്ത് രണ്ടാളും കൂടി ഒന്ന് കുറച്ചു നേരം തട്ടി കളിച്ചു. അല്ലെങ്കിൽ ഉമ്മന്റെ കൂടെയാണെങ്കിൽ ഉമ്മന്റെ എന്തെങ്കിലും ഒരു കളിയിൽ ഏർപ്പെടും രണ്ടുപേരും. അല്ലെങ്കിൽ രണ്ടുപേരും കൂടിയിട്ട് ഉമ്മയും അച്ഛനും കൂടിയിട്ട് ഒന്ന് കുട്ടിയെ ഒന്ന് എന്ത് ചെയ്തോളി, കളിപ്പിച്ചോളി, അവന് ഹാപ്പിയായി. കണ്ടോ, അങ്ങനെ അവനെ ഹാപ്പി ആക്കാൻ നമുക്ക് പറ്റും. അതായത് അവന്റെ ഇമോഷണൽ ആയിട്ടുള്ള ആ കാര്യം നമ്മൾ മനസ്സിലാക്കി എന്നുള്ളത്. അല്ലെ കുട്ടികൾ ചീത്ത പറഞ്ഞു, ശരി ഉമ്മച്ചൂട്ടിനെ അങ്ങനെ ചെയ്തോ, ചൂട്ടി ഹെർട്ടായോ, സാരല്ല കേട്ടോ, അങ്ങനെ പറയുമ്പോൾ തന്നെ കുട്ടികളൊന്ന് പാമാണ്. കാരണം അവരുടെ ആ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമ്മൾ വലിയ ആളുകളാണ്, കണ്ടില്ലേ, നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഹസ്ബൻഡിനോടൊന്ന് പറയുമ്പോൾ അവര് നമ്മളെ മൈൻഡ് ആക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ, പക്ഷെ നമ്മൾ പറയുന്നതൊക്കെ ഒന്ന് കേട്ടാലേ, കുറെ കുറ്റം കുറവൊക്കെ നമുക്ക് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാല് എന്തായി, ശരി ഓക്കെ, നമ്മളൊന്ന് കേട്ടാ മതി. അതാണ് ആ ഇമോഷൻ വാലിഡേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഇമോഷൻ എന്താണ് എന്നുള്ള സൊല്യൂഷൻ ഒന്നും വേണം. സ്ത്രീകൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അവർക്ക് സൊല്യൂഷൻ ഒന്നും വേണ്ടി വരില്ല. ആ ഇമോഷണൽ അതൊന്നും എന്താ ഇത് വാല്യൂ ചെയ്താൽ മതി. ഇവർക്ക് പ്രശ്നങ്ങൾ വിഷമമുണ്ട്, അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അവരുടെ പ്രശ്നം. അതാണ് കുട്ടികളുടെ ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രാക്ടിക്കൽ ടെക്നിക്കുകളാണ്. നമ്മള് കുട്ടികളുമായിട്ട് കണക്ഷൻ ബിഫോർ കറക്ഷൻ എന്ന് പറഞ്ഞാല്, അതായത് നമ്മള് കുട്ടികളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അവരോട് നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പറയാം. അതൊരു എപ്പോഴും കുട്ടികളോട് അത് ചെയ്ത് ഇത് ചെയ്ത് അങ്ങനെ അങ്ങനത്തെ ഇങ്ങനെ ഇത് പറയുന്നതിന് പകരം, മോനെ നീ ഇന്ന് അത് ചെയ്തല്ലോ, ഷാറായി, പല കാര്യം ഇവന് ഒരുപാട് ഗുണം, നമുക്കൊക്കെ എന്താ പറയുക ഒരുപാട് ഗുണങ്ങളാണുള്ളത്, വളരെ കുറച്ച് ദോഷങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മൾ അതിനെയാണ് എപ്പോഴും എന്താ പറയാ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അവരോട് ഒരു 10 കാര്യം നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഒരു 8 കാര്യം നല്ലത് പറയാം. ആ 8 കാര്യം നല്ലത് പറഞ്ഞതിന് ശേഷം പറയാം ഇങ്ങനെ ഉണ്ടല്ലോ ഒരു കാര്യം, അല്ലേ? എന്റെ അടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ, അത് വേണ്ട, അതൊരു നല്ല കാര്യമല്ല കേട്ടോ, നീ അവരുമായിട്ട് അങ്ങനെ കൂട്ടുകൂടി ശരിയല്ല കേട്ടോ, അല്ലെ? ചില കൂട്ടുകെട്ടുകൾ അങ്ങനെ ഉണ്ടോ? കുട്ടിക്ക് അത് മനസ്സിലാവും. അപ്പൊ 8 നല്ല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 2 മോശം കാര്യം പറയുക. മനസ്സിലായി? അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പല പല എന്താ പറയാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ നമുക്കായാലും പൊതുവേ മനുഷ്യന്മാരെല്ലാവരും നല്ല ബേഡ് ആളുകളില്ല. കുട്ടികളാണെങ്കിലും അങ്ങനെയാണ്, എല്ലാവരും നല്ലവരാണ്. അങ്ങനെ ബേഡ് ഒന്നും ഇല്ല, നമ്മൾ ആക്കി തീർക്കുന്നതാണ്. കുട്ടി ജനിപ്പിക്കുമ്പോൾ ഏറ്റവും പ്യുവറായിട്ടാണ് ജനിക്കുന്നത്. പിന്നീടുള്ള അവരുടെ ഇടപെടൽ കാണും. ഇപ്പൊ കുട്ടി വീട്ടിൽ ഇടപെടുന്നു, സമൂഹത്തിൽ ഇടപെടുന്നു, ഫ്രണ്ട്സ്, ഇങ്ങനെ അവൻ വളർന്നു വരുമ്പോ ഒരു 10-12 വയസ്സാകുമ്പോഴത്തേന് അവൻ എങ്ങനെ ആയി തീരണമെന്ന് അവന്റെ ചുറ്റുമുള്ള ആളുകൾക്ക് അനുസരിച്ച് അങ്ങനെയാണ് ആയിത്തീരാൻ. അപ്പോ ഇങ്ങനെ ആയിരിക്കണം കുട്ടികളോട് പെരുമാറാൻ. ഇമോഷണലി ഒരു കോച്ചിങ് ആയിട്ട് അവരുടെ ഏത് കാര്യത്തിനും നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇമോഷൻസിനെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ഇമോഷണലി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ അവരോട് പെരുമാറും. ഇനിയിപ്പോ അത് പറയേണ്ട ആവശ്യമില്ല, കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ
ഈ കുട്ടികളും പാരൻസും തമ്മിലുള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയി, അവർ തമ്മിലുള്ള ബന്ധം വളരെ നല്ല രീതിയിലായിരിക്കും. കാരണം അവര് എല്ലാ കാര്യങ്ങളും നമ്മുടെ വാല്യൂ ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുന്നുണ്ട്, അതിനൊരു സൊല്യൂഷൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അവർ നമ്മളുമായിട്ട് നല്ല ഇമോഷണലി കണക്ട് ആയി. അതിന് നമുക്ക് തന്നെയാണ് പറ്റുക. പിന്നെ കുട്ടികളുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ നമ്മളാകുന്ന പാരൻസ് നമ്മളൊരു കാം ആൻഡ് ക്വയറ്റിലുള്ള ഒരാളുകളാണെങ്കിൽ നമ്മുടെ മക്കളും അതുപോലെയുള്ള മക്കളായി തീരുമെന്നാണ്. നമ്മളൊരു ഒരു ദിവസം കുറച്ച് സമയം നമ്മൾ ഫോൺ എടുക്കുന്നില്ല, കുട്ടികളെ നമ്മൾ കറക്ഷൻ ചെയ്യുന്നില്ല, കുട്ടികളായിട്ട് എപ്പോഴും കണക്റ്റ് ആയി, അതായത് നമ്മൾ അവരുമായിട്ട് കളിച്ച് ചേർച്ച് അവരുമായിട്ട് എപ്പോഴും കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ എപ്പോഴും തെറ്റ് തിരുത്താൻ പോവാതിരിക്കും, മനസ്സിലായി? കണക്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി ഒരു 10 മിനിറ്റ് എങ്കിലും നമുക്ക് അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ കഴിയണം എന്നുള്ളത്. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ബിഹേവിയർ ഈസ് കമ്മിങ്. പെരുമാറ്റം, അല്ലേ? കുട്ടികൾ ഇങ്ങനെ നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത് അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ്. ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞു, കുട്ടികള് കരയുക, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്, പാല് വേണം, അല്ലേ? അപ്പൊ കുട്ടിക്ക് ചെവി വേദന, വയറുവേദന, ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ വരുന്നത്? കരച്ചിലൂടെയാണ് വരുന്നത്. ഇങ്ങനെ തന്നെയാണ് ഈ കുട്ടിയുടെ കുട്ടികൾക്ക് ദേഷ്യമാവട്ടെ, കുട്ടികൾക്ക് സങ്കടമാവട്ടെ, പ്രയാസമാവട്ടെ, എന്താണെങ്കിലും കുട്ടികളുടെ ആ ഇമോഷൻസ്, അതാണ് ആ ഒരു ബിഹേവിയർ, ആ ഒരു പെരുമാറ്റം, കുട്ടിയുടെ ഇമോഷനാണ് ഇങ്ങനെയാണ്. കുട്ടി ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നു? ഹാപ്പിയായി. ആ ഹാപ്പി എന്ന് പറയുന്ന ആ സംഭവം ഭയങ്കരമായിട്ട് ചിരിക്കാണ് കുട്ടി. ആ ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും കുട്ടി ഹാപ്പി എന്ന് പറയുന്ന ആ ഒരു വികാരത്തിലാണുള്ളത്. കുട്ടി കരയുന്നു, സങ്കടമാണ്, വേദനയാണ്, പ്രയാസമാണ്, അല്ലെ? നമ്മൾ മനസ്സിലാക്കും. അതാണ് ബിഹേവിയർ ഈസ് കമ്മ്യൂണിക്കേഷൻ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇമോഷൻസ് അല്ലേ നമ്മുടെ ഈ പെരുമാറ്റം വരുന്നത്. നമ്മുടെ ദേഷ്യം എന്നുള്ള വികാരമാണ് നമ്മൾ എറിയുന്നത്, ഒട്ടക്കുന്നത്, ഷൗട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരുന്നത്. കുട്ടികൾക്ക് നമ്മൾ അറ്റൻഷൻ കൊടുക്കണം എന്ന് പറഞ്ഞു, അല്ലെ? ഒരു കാര്യം വന്ന് പറയുമ്പോൾ നമ്മളത് കേൾക്കണം, നേരെ പണിഷ്മെന്റ് കൊടുക്കരുത്. ഇപ്പൊ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെന്ന ടിക് ടിക് അടി കൊടുക്കും, കഴിഞ്ഞ് പണിഷ്മെന്റ്. പിന്നീട് ആ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോ ഒരു പണിഷ്മെന്റിന്റെ ആവശ്യമേ അവിടെ ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രശ്നം വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോ ചേട്ടന് അനിയന്മാരുടെ ഒക്കെ ഇടയിൽ മക്കൾ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അടി ഉണ്ടാക്കി കഴിഞ്ഞാല് അല്ലേ, വീട്ടിൽ തന്നെ പിന്നെ അത് മതി അവിടെ കച്ചറാകാൻ. പാരന്റ്സുകൾ തമ്മിൽ പ്രശ്നമായിരിക്കും. അപ്പൊ ഈ കൂട്ടുകുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർക്കിടയിലുള്ള കളിപ്പാട്ടങ്ങള്, അവിടെ ആ കുട്ടികള് കളിച്ച് വളരുന്ന ആ ഒരു സ്ഥിതി വിശേഷത്തില് നമ്മൾ പാരന്റ്സ് തമ്മില് ഏട്ടനനിയന്മാരോ അല്ലെങ്കിൽ ഇളച്ചി മുത്തച്ചിമാരോ പരസ്പരം അവര് തമ്മിൽ വഴക്കിടുകയാണ്, അവർ തമ്മിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ മക്കളോട് പറയുന്നത് അതൊന്നും എടുത്തു വെക്കട്ടെ അവിടെ കിടന്നോട്ടെ, ഇങ്ങനെയൊക്കെ നമ്മള് പറയുന്ന അവസരത്തിൽ ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന കുറെ കാര്യങ്ങൾ അവർ വളർന്നു വരുമ്പോൾ ആ കുട്ടികൾക്കിടയിൽ പിന്നെ ഒരു വ്യത്യാസം, അവർ തമ്മിൽ അകൽച്ച ഇങ്ങനെ വരും. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവാനുള്ള ഒരു അവസരം നമ്മളിൽ നിന്ന് ഉണ്ടാവരുത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക അങ്ങനെയുള്ള കാര്യം. പലപ്പോഴും ആവശ്യമില്ലാതെ കുട്ടികൾക്ക് പണിഷ്മെന്റ് കൊടുക്കരുത്, കഴിയുന്നതും കൊടുക്കാതിരിക്കും. പറഞ്ഞു മനസ്സിലാക്കുക. ഇനി
നമ്മുടെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആയി തീരുന്നു. ഇപ്പൊ രക്ഷിതാക്കൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എന്റെ മാതാപിതാക്കളിൽ നിന്ന്, എന്റെ മാതാവിന്, എന്റെ പിതാവിൽ നിന്ന് ഞാൻ പറയുന്നില്ല, എന്റെ മാതാവിൽ നിന്ന് എനിക്കൊക്കെ അടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇത് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കാത്തതിന്റെ കാരണം, ഞാൻ ആദ്യമൊക്കെ അടിക്കലുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് ഞാൻ എന്നെ ഹീൽ ചെയ്തതിന്റെ ശേഷമാണ് നമുക്ക് പിന്നെ അതൊന്നുമില്ല. അതായത് നമുക്ക് ഈ ഇങ്ങനെയുള്ള അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ആ ഒരു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഹീൽ ചെയ്യാതെ കിടക്കുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്ലിയർ ആയി. പിന്നെ നമുക്ക് ഇമാതിരത്ത് ദേഷ്യമില്ല, പ്രയാസമില്ല, വിഷമങ്ങളില്ല, നമ്മളെല്ലാം ഓക്കെ ആയി. മനസ്സിലായി? അപ്പൊ നമ്മളെ മക്കളോട് നമുക്ക് അങ്ങനെ പെരുമാറാൻ കഴിയും. അപ്പൊ രക്ഷിതാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹീൽ ചെയ്യും. നമ്മൾക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുക. പക്ഷെ നമ്മൾ വിചാരിച്ചു അതൊന്നും ഇല്ലാന്ന്. അപ്പൊ ഞാന് തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ, എന്ത് പ്രശ്നം, എനിക്കൊരു പ്രശ്നം ഇല്ലല്ലോ. പക്ഷെ നമ്മള് ഈ ഒരു പ്രോസസ്സിലൂടെ, ഹീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്, ഓ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു, യെസ് ഞാൻ ഇത്രയൊക്കെ മാറേണ്ടിയിരുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, അപ്പോ നമ്മൾ എത്രത്തോളം ചേഞ്ച് ആയി, ഞാൻ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പൊ ഞാൻ എവിടെയായിരുന്നു എത്തിയത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു ഹീലിംഗ് ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എന്തുമാത്രം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്, എന്തുമാത്രം നമുക്ക് എന്താ പറയാ ഫോർഗീവ്നെസ് കൊടുക്കാനുണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ നമ്മളെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മളെ കടത്തി വിട്ട് കഴിഞ്ഞു നമ്മുടെ പിന്നീടുള്ള നമ്മുടെ പെരുമാറ്റം അത്രയും ഉത്തമമായത് ആയി മാറുമെന്നില്ല. അപ്പൊ ഹീൽ ചെയ്തോ ആ ഒരു രക്ഷിതാവ് വളരെ നല്ല സ്വഭാവമുള്ള ആളായിരിക്കും. അതുപോലെ തന്നെ ആ കുട്ടികളെയും നമുക്കത് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു പെർഫെക്റ്റ് പാരന്റ് ആവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇമോഷണലി അവൈലബിൾ പാരന്റ് ആവും. കുട്ടിക്ക് എപ്പോഴാണ് നമ്മളുമായിട്ട് കണക്ഷൻ വേണ്ടത്, അതായത് കുട്ടിക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളുണ്ട് എന്ന് കുട്ടിക്ക് തോന്നുന്നു. അപ്പൊ കുട്ടിയായിട്ട് എപ്പോഴും ഇമോഷണലി നമ്മൾ കണക്ട് ആയി. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. എന്നോട് കഴിയുന്ന രീതിയിൽ ഞാൻ അതിൽ മറുപടി പറയാവുന്നതാണ്. പിന്നെ എന്റെ ഒരു കോഴ്സ് നടക്കുന്നുണ്ട്. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ചേരണം. അതായത് നമ്മുടെ പാസ്റ്റ്, നമ്മളെ കുട്ടിക്കാലത്തെ കാര്യങ്ങള്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ കിടക്കും. നമ്മളെ കുറെ വിഷമിപ്പിച്ചതുണ്ടാവും, ഗിൽറ്റ് അനുഭവിക്കുന്നതുണ്ടാവും, കുറ്റപ്പെടുത്തിയതുണ്ടാവാം, നമ്മള് മറ്റുള്ളവര് നമ്മളെ പ്രയാസപ്പെടുത്തിയതുണ്ടാവും, ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. നമ്മളെ കുട്ടിക്കാലത്തിലൂടെ ഒരു യാത്ര നമ്മൾ അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് വരെ നമ്മളൊന്ന് പോയി കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാനുണ്ടെന്നുള്ളത്. അപ്പോ ഒന്നും വേണ്ട, നമുക്കറിയാം നമ്മൾ ഇപ്പോ എന്താ പറയാ, നമ്മൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ ഒന്ന് മറികടന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ കൂടുതലും നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെഗറ്റീവിനെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ പുറന്തള്ളാൻ പറ്റുമെന്ന്. എന്റെ ഒരു പ്രത്യേകത, നമുക്ക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ലൈഫിന് നമുക്ക്, അതായത് ഇപ്പൊ നമ്മൾ ജനിച്ചു, നമ്മൾ മരിച്ചു. അപ്പൊ നമ്മുടെ ബർത്ത്, ബി എന്ന് പറയാം, ഡെത്ത്, മരണം. അപ്പൊ ഈ ബി ഡി ഇതിന്റെ ഇടയിൽ ഒരു സി ഉണ്ട്, ചോയ്സ്, ലൈഫാണ്. അപ്പൊ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ ചോയ്സ് ആണ്. നമുക്ക് അത് എങ്ങനെയാവണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് കൊഞ്ഞാട്ടായി പോണോ, അല്ലെങ്കിൽ പോണാതിരി പോണോ, എങ്ങനെ ആയി പോണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള, വളരെ സന്തോഷമുള്ള, വളരെ ഹാപ്പിനെസ്സോട് കൂടിയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് നമ്മുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകും. എന്തായാലും ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് സാമ്പത്തികമായാലും ആരോഗ്യമായാലും എല്ലാം നമുക്ക് ഒരു സ്പിരിച്വൽ
ഒരു സ്പിരിച്വാലിറ്റി കൂടി കൂടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ചേരണമെങ്കിൽ എന്നെ പേഴ്സണലി നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.